നമസ്തേ പുത്തമ്പള്ളിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനു സൂരജ്. നമസ്തേ, ഞാൻ പ്രദീപ് പിള്ള. ഒട്ടനവധി വാർത്തകൾ, രാഷ്ട്രീയ ചൂടുള്ള വാർത്തകളുണ്ട്, അത് മാത്രമല്ല അന്തർദേശീയ വാർത്തകളുണ്ട്. പക്ഷേ ഏറ്റവും പുതുതായി വന്ന വാർത്തയിലേക്ക് നമുക്ക് ആദ്യം എത്തേണ്ടതുണ്ട്. കാരണം തൃശ്ശൂരിൽ നടന്നിരിക്കുന്നത് വലിയ ATM കൊള്ള എന്നുള്ള വിവരം അതിന്ന് വെളുപ്പിനെയാണ്. അതിൻ്റെ സംഭവ വികാസങ്ങൾ, തത്സമയ വിവരങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ആദ്യം തന്നെ അതെടുക്കാം. ഒപ്പം ഒട്ടനവധി വാർത്തകൾ അത് പറഞ്ഞ പോലെ അൻവർ പൊട്ടിച്ചത് ബോംബാണോ പടക്കമാണോ എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിരൂക്ഷമായ ആക്രമണമായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ അഴിച്ചുവിട്ടത്. അതുപോലെ തന്നെ ഫ്ലോറിഡയിൽ ചുഴലിക്കാറ്റ് ഭീഷണിയിൽ നിൽക്കുകയാണ്. ഒട്ടനവധി മലയാളികളുള്ള സ്ഥലമാണ്. നമുക്ക് അവിടെ നിന്ന് തത്സമയം ഉള്ള അപ്ഡേറ്റ്സ് ഉണ്ടാവും. ജയരാജ് ലാക്കാട്ടൂർ അവിടെ നിന്ന് ചേരും. ദേശീയ തലത്തിൽ ഒട്ടനവധി വാർത്തകളുണ്ട്. ഉത്സവമുണ്ട്, അമ്മയുടെ പിറന്നാളുണ്ട്, മാതാ അമൃതാനന്ദമയിയുടെ. അതുപോലെ തന്നെ വള്ളംകളി ആവേശം എങ്ങനെയാണ് വിട്ടുപോകുന്നത് അല്ലേ? വള്ളംകളി ആവേശം ഒക്കെ നമ്മൾ ഇങ്ങനെ ലൈവായിട്ട് സജീവമായിട്ട് നിർത്തുകയാണ്. എന്തായാലും അതിലേക്ക് വിശദമായി എത്താം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. MLA PV അൻവറിന്റെ വീടിന് മുന്നിൽ CPM ഫ്ലക്സ് ബോർഡ്. വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ടെന്ന് വെല്ലുവിളി. അൻവർ വിഷയത്തിൽ മൗനം തുടർന്ന് മുഖ്യമന്ത്രി. വിശദമായ പ്രതികരണം ഇന്ന് നടത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. കേന്ദ്ര കമ്മിറ്റിക്കായി പിണറായി അടക്കമുള്ള നേതാക്കൾ ഇന്ന് ഡൽഹിയിൽ. തൃശ്ശൂരിൽ 3 ATMകളിൽ വമ്പൻ കൊള്ള. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കവർന്നത് 65 ലക്ഷത്തോളം രൂപ. ഇന്ന് പുലർച്ചെ 4 സംഘം തകർത്തത് മാപ്രാണം, കോലഴി, ഷൊർണൂർ റോഡ് എന്നീ SBI ATMകൾ. മോഷ്ടാക്കൾക്കായി സമീപ ജില്ലകളിലേക്കും വലവീശി പോലീസ്. ഇന്ന് മാതാ അമൃതാനന്ദമയി ദേവിയുടെ 71ാം പിറന്നാൾ. വയനാട് ദുരിതബാധിതർക്കായി 15 കോടിയുടെ പിറന്നാൾ പാക്കേജ്. ദുരന്ത പശ്ചാത്തലത്തിൽ ആശ്രമത്തിലെ ആഘോഷങ്ങൾ ഒഴിവാക്കി. അമൃത കീർത്തി പുരസ്കാരം കവി പ്രൊഫസർ V മധുസൂദനൻ നായർക്ക് വള്ളിക്കാവിൽ ഇന്ന് സമ്മാനിക്കും. സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ ആരോപണ വിധേയരായ വെറ്ററിനറി സർവകലാശാല ഡീനിനെയും വാർഡനെയും സർവീസിൽ തിരികെ പ്രവേശിപ്പിക്കാൻ തീരുമാനം. നിയമ നടപടി സ്വീകരിക്കുമെന്ന് സിദ്ധാർത്ഥന്റെ അമ്മ ഷീബ. തീരുമാനം തടയണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ നിവേദനം. ജനം ബ്രേക്കിംഗ്. അമേരിക്കയിൽ ഹെലൻ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കുന്നു. ഫ്ലോറിഡ ബിഗ് ബെൻ പ്രദേശത്ത് കാറ്റ് കര തൊടുമെന്ന് മുന്നറിയിപ്പ്. ജോർജിയ, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, വിർജീനിയ എന്നീ സ്റ്റേറ്റുകളിലും അടിയന്തരാവസ്ഥ. ഹിസ്ബുള്ളയ്ക്കെതിരെ ശക്തമായ ആക്രമണം തുടരാൻ പ്രതിരോധ സേനയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർദ്ദേശം. US-ഉം ഫ്രാൻസും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം തള്ളി ഇസ്രായേൽ. ഇന്നലെ നടന്ന ആക്രമണത്തിൽ 92 പേർ കൊല്ലപ്പെട്ടതായി ലെബനൻ. ആരോഗ്യ മന്ത്രാലയം ഡ്രോൺ യൂണിറ്റ് മേധാവി കൊല്ലപ്പെട്ടുവെന്നും ലെബനൻ. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരെ കൈവിട്ട് സർക്കാർ. മണ്ണും കല്ലും മരങ്ങളും നീക്കം ചെയ്യാൻ ഉപയോഗിച്ച വാഹനങ്ങളുടെ ലക്ഷക്കണക്കിന് വാടക ഇനിയും നൽകിയില്ല. ജനം ക്യാമ്പയിൻ തുടരുന്നു. വിലങ്ങാടിന് വിലങ്ങിടുന്നവർ. അപ്പോൾ ആദ്യം പറഞ്ഞ വാർത്തയിലേക്ക്, പുലർച്ചെ നടന്ന ATM കൊള്ളയിലേക്ക്. 3 ATM ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് അതിൽ നിന്ന് 65 ലക്ഷത്തോളം രൂപ കൊണ്ടുപോയി. സമീപ ജില്ലകളിലേക്ക് വലവീശാൻ പോയിരിക്കുകയാണ് പോലീസ്. അപ്പോൾ എന്തൊക്കെയാണ് നിരീക്ഷണ സംവിധാനം എന്നുള്ളതാണ്. എവിടേക്കാണ് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. കാരണം മാപ്രാണം, കോലഴി, ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലുള്ള SBI ATM നിന്നാണ് ഈ പണം മോഷ്ടിച്ചിരിക്കുന്നത്. മുഖംമൂടി ധരിച്ചെത്തിയ 4 സംഘം കാറിൽ വന്നിറങ്ങി ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് മോഷണം നടത്തുകയായിരുന്നു എന്നാണ് വിവരം. എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഇന്ന് വെളുപ്പിനെ നടന്ന മോഷണം അത് വലിയ കവർച്ചയാണ് എന്നതിൽ തർക്കമില്ല. എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? ഞെട്ടിപ്പിക്കുന്ന മോഷണ വിവരം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് കോലഴിയിലാണ് ആദ്യം ഈ ഒരു ATM കവർച്ച നടക്കുന്നത്. തുടർന്ന് ഒരേ പാതയിലുള്ള ഈ ഷൊർണൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഇരിങ്ങാലക്കുട മാപ്രാണം ഈ മേഖലയിലുള്ള ATM-ഉമാണ് കവർച്ച നടത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെ SBIയുടെ ATM-കളാണ് ഈ ഒരു കവർച്ച നടന്നിട്ടുള്ളത്. പുലർച്ചെ 3-നും 4-നും ഇടയിലാണ്
ഈ മോഷണ സംഘം എത്തി. മുഖം മൂടി ധരിച്ച് ഈ കാറിലെത്തിയ മോഷണ സംഘമാണ് ഈ ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് മോഷണം നടത്തിയിരിക്കുന്നത്. ഇതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം കോലയിൽ നിന്നും അവിടെ നിന്നും ഈ തൃശൂർ സ്വരാജ് റോഡിലേക്ക് കയറുന്നു. ഈ നായ്ക്കനാലിലുള്ള ഷൊർണൂർ റോഡിലെ ഈ ATM-ൽ രണ്ടാമത് കവർച്ച നടത്തുന്നു. അതിനുശേഷമാണ് അടുത്ത പാതയായിട്ടുള്ള ഇരിങ്ങാലക്കുട വഴി, അതായത് ഈ മാപ്രാണത്തെ ഈ ATM-ലും കവർച്ച നടന്നിരിക്കുന്നത്. എന്തായാലും മോഷ്ടാക്കളെ കണ്ടെത്തുവാൻ വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ തൃശൂർ സ്വരാജ് റോഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ATM, അവിടെ എപ്പോഴും പോലീസ് പട്രോളിംഗ് ഒക്കെ നടക്കുകയാണ്. പോലീസിന്റെ വലിയ നിരീക്ഷണമുള്ള ഒരു മേഖല കൂടിയാണ്. പക്ഷെ അവിടേക്ക് ഈ മോഷണ സംഘം എത്തി മോഷണം നടത്തി എന്നുള്ളതാണ്. അത് പോലീസിനെ തന്നെ നാണം കെടുത്തുന്ന രീതിയിൽ തന്നെയാണ്. ഇത്തരത്തിൽ ആ സുരക്ഷാ വലയങ്ങളൊക്കെ ഭേദിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു മോഷണം നടന്നിരിക്കുന്നത്. ഈ കോലയിൽ സ്ഥിതി ചെയ്യുന്നത് ബാങ്കിനോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന ATM ആണ്. അതുപോലെ തന്നെ ഈ ഷൊർണൂർ റോഡിലും ഈ ബാങ്ക് തൊട്ടടുത്ത് തന്നെയുണ്ട്. എന്തായാലും ഈ പരിശോധന പോലീസ് രാവിലെ എത്തി എല്ലാ ATM-കളിലുമായി തുടരുകയാണ്. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഈ കാറിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം മറ്റ് ജില്ലകളും കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായും ആസൂത്രിതമായിട്ടുള്ള ഒരു മോഷണം തന്നെയാണ് നടന്നിരിക്കുന്നത്. ആദ്യം ഒരേ പാത തിരഞ്ഞെടുക്കുകയാണ്, ഒരേ യാത്രാപാതയിലാണ് ഈ മോഷണങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. എന്തായാലും ഈ ATM-കളിൽ ഒന്നും തന്നെ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഒരിടത്തും ഇല്ലായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ATM തകർത്ത് 65ഓളം ലക്ഷമാണ് കവർന്നിരിക്കുന്നത്. ഇതിൽ ഈ ഷൊർണൂർ റോഡ് ATM-ലെ 9.5 ലക്ഷം കവർന്നതായാണ് വിവരം. അതോടൊപ്പം തന്നെ ഓരോ ATM-കളുമായി ലക്ഷക്കണക്കിന്, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 65 ലക്ഷം രൂപയാണ് കൊള്ളയടിച്ചതായി ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ തന്നെ കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള മോഷണം, അതിൽ മറ്റ് അതായത് മലയാളികളല്ല എന്നുള്ള ഒരു വിലയിരുത്തലും പോലീസ് നടത്തി വരുന്നുണ്ടെങ്കിലും ഈ ഒരു അന്വേഷണം എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് ആ കാറ് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യമാണ് പോലീസിനുള്ളത്. എന്തായാലും ഈ മോഷ്ടാക്കളിലേക്ക് എത്തുവാനുള്ള എല്ലാ വഴികളും പോലീസ് നോക്കുന്നുണ്ട്. പുലർച്ചയോടുകൂടിയാണ് ഈ സംഘം എത്തുന്നത്. ഇതിൽ തന്നെ ഈ മുഖംമൂടി ധരിച്ചിരുന്നു എന്നുള്ള കാര്യം അത് കൃത്യമായും പോലീസിന് വിവരം ലഭിച്ചു. പോലീസ് കൺട്രോൾ റൂമിലേക്കാണ് ഇത്തരത്തിലൊരു വിവരം ലഭിക്കുന്നത്. അതിനുശേഷമാണ് ഈ പോലീസ് എത്തി എല്ലാ ATM-കളിലും പരിശോധന നടത്തുന്നത്. പോലീസ് എത്തുമ്പോഴേക്കും എല്ലാ ATM-കളും തകർന്ന നിലയിലാണ്. ഈ 3 ATM-കളും തകർത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മോഷണം നടത്തിയിരിക്കുന്നത്. എന്തായാലും കോലഴി, ഷൊർണൂർ റോഡിലെ അതോടൊപ്പം തന്നെ മാപ്രാണം 3 ATM-കളാണ് ഇത്തരത്തിൽ തകർത്തുകൊണ്ട് ഈ ഒരു മോഷണം നടന്നിരിക്കുന്നത്. ആസൂത്രിതമായിട്ടുള്ള ഒരു മോഷണം. ഇതിൽ ഒരേ നിരയിലുള്ള ATM-കൾ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു അന്വേഷണം പോലീസ് ഊർജിതമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പോലീസിനുള്ള നാണക്കേടും ചെറുതല്ല എന്നുള്ളതാണ്. എത്തിയിട്ടുള്ളത് ഒരു വെള്ളക്കാറിലാണ് എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ നഗരത്തിലെയും അതോടൊപ്പം തന്നെ ATM-കളുടെയും CCTV ദൃശ്യങ്ങൾ അത് പോലീസ് ശേഖരിക്കുന്നുണ്ട്. അത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നായ്ക്കനാലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഷൊർണൂർ റോഡിലെ ATM അത് തന്നെയാണ് പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും പോലീസ് നിരീക്ഷിക്കുന്ന, അല്ലെങ്കിൽ പോലീസ് നിരീക്ഷണം ഈ മേഖലയിൽ എപ്പോഴും ഉണ്ട്. ഈ നഗര ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിനെ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നു എന്നുള്ള കാര്യം. അതായത് ഈ ഒരു സുരക്ഷാ സംവിധാനം അത് മോഷ്ടാക്കൾ അതിനെ ഭേദിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു മോഷണം നടത്തിയിരിക്കുന്നു. അതും ചെറിയ തരത്തിലുള്ള മോഷണമല്ല, ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള മോഷണ പരമ്പരയാണ് നടന്നിരിക്കുന്നത്. ഇതിൽ അന്വേഷണം ഊർജിതമാക്കി മറ്റുള്ള ജില്ലകളിലേക്കും വലവിരിച്ചുകൊണ്ട് ഈ മോഷ്ടാക്കളെ കണ്ടുപിടിക്കുവാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. റൈറ്റ്, മനോജാണ് വിവരങ്ങൾ നൽകി. മനോജ്, പക്ഷെ മറ്റൊരർത്ഥത്തിൽ ഇത് സുരക്ഷാ പാളിച്ച എന്നൊക്കെ വെറുതെ കുറ്റം പറയുന്നതല്ലാതെ ഒരു തരത്തിലുള്ള നിരീക്ഷണം, പട്രോളിംഗ് ഒന്നും ഇല്ലേ തൃശ്ശൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ? കൊള്ള നടന്ന ശേഷം അന്വേഷിക്കുന്നു എന്ന് പറയുന്നത് സുരക്ഷിതത്വം എത്രയുണ്ട് എന്നുള്ളതാണ്. ഏതായാലും മനോജ്, ഇതിൻ്റെ മറ്റു മനോജിലേക്ക് തിരിച്ചു വരാം. തിരികെ 9 മണി മുതലുള്ള ലൈവ് റിപ്പോർട്ടിൽ അടക്കം കൂടുതൽ അപ്ഡേറ്റ്സ് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് എത്തുന്നത്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ഒരുപക്ഷെ അമേരിക്കൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം
വലിയ ആശങ്ക ഉളവാക്കുന്ന വാർത്തയാണ്. കാരണം കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ തന്നെ വാർത്ത നൽകിയിരുന്നതാണ് ഹെലൻ ചുഴലിക്കാറ്റ് അവിടേക്ക് അടുക്കുന്നു എന്ന വിവരം. എന്തായാലും കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ഹെലൻ എന്ന വിവരം പുറത്തു വരുന്നു. കാറ്റഗറി 4 മാറിയിട്ടുണ്ട്. ഫ്ലോറിഡ ബിഗ് ബെൻഡ് പ്രദേശത്ത് കാറ്റ് കര തൊടുമെന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം. എന്തായാലും ജോർജിയ, നോർത്ത് കരോലൈന, സൗത്ത് കരോലൈന, വെർജീനിയ എന്നീ സ്റ്റേറ്റുകളിൽ അടിയന്തരാവസ്ഥ. അപ്പോൾ ഒരു പ്രദേശത്ത് മാത്രമല്ല, ഫ്ലോറിഡയിൽ എന്നുള്ള ധാരണയിൽ നമ്മൾ ഇരുന്നുവെങ്കിൽ അങ്ങനെയല്ല. വലിയൊരു പ്രദേശം മുഴുവൻ ഈ ഒരു ഭീഷണിയിലാണ്. ഏറ്റവും ഒടുവിൽ വന്ന മുന്നറിയിപ്പ് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇത് കാറ്റഗറി 4 ആയി. ഒരു സാധ്യത ഉണ്ടായിരുന്നു ഇതിൻ്റെ ശക്തി കുറയും എന്നൊരു വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കാറ്റഗറി 4 എന്ന അതീവ അപകടകരമായ അവസ്ഥയിലാണ്. ആൾനാശവും വിവിധ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഇപ്പോഴേ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നതും കൂടിയാണ്. ശരി, എന്തായാലും നമുക്ക് അവിടെ നിന്നൊരു അതിഥി ചേരുന്നുണ്ട്. ജയരാജ് ലാക്കാട്ടൂർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ജനത്തിൻ്റെ ഫ്ലോറിഡയിലെ പ്രതിനിധിയാണ്. ജയരാജ്, ഗുഡ് ഈവനിങ്. പിന്നിൽ കാണാൻ നമുക്ക് കാറ്റ് വീശുന്നത്. സുരക്ഷിതം ആണെന്ന് കരുതുന്നു. അവിടെ രാത്രി വൈകിയിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ, അപ്ഡേറ്റ്സ്? നമസ്കാരം, പുത്തമ്പുലരിയിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രദീപ്ജി. പറഞ്ഞോളൂ തന്നെ കാണാൻ പറ്റും. ഞാൻ പിടിച്ചിരിക്കുകയാണ്. ഈ പ്രദേശത്ത് നിന്ന് കടന്നു പോയിരുന്നു എങ്കിലും അതിന്റെ അടുത്തോണ്ടിരിക്കുന്നത് കേൾക്കാവുന്ന വിശ്വസിക്കും ഈ കാറ്റാണുള്ളത്. ഇപ്പം കാറ്റഗറി 4 എന്ന് പറഞ്ഞാൽ 208 കിലോമീറ്ററിന് മേളിൽ എത്തുമ്പോഴാണ് കാറ്റഗറി 4 അത് കറങ്ങുന്ന സ്പീഡാണ്. അത് ഇപ്പോ ഏതാണ്ട് തീരം തൊട്ടിട്ടുണ്ട്. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തീരം തൊട്ടിട്ടുണ്ട്. അപ്പൊ അവിടുന്നുള്ള വാർത്തകൾ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈവൻ പ്രാദേശിക മാധ്യമങ്ങൾക്ക് പോലും അവിടുന്ന് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. കാറ്റഗറി 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കുന്നതിനും ഉപരിയാണ്. പ്രത്യേകിച്ചും ആ പ്രദേശത്ത് സാമ്പത്തികമായിട്ട് പൊതുവെ ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരു ഏരിയ കൂടെയാണ് അവിടെ. കാര്യം ഫ്ലോറിഡയുടെ ക്യാപിറ്റൽ കൂടിയാണ്. അപ്പൊ ഫ്ലോറിഡ ഒരു നീണ്ടുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പൊ അതിന് സമാന്തരമായിട്ടാണ് ഈ ചുഴലിക്കൊടുങ്കാറ്റ് മുന്നോട്ട് നീങ്ങിയത്. അപ്പം ഞാൻ ഈ നിൽക്കുന്ന പ്രദേശത്ത് ഏകദേശം ഒരു 150 കിലോമീറ്റർ അതിലെ കൂടെയാണ് കടന്നു പോയത്. എങ്കിൽ കൂടി അതിന്റെ ഈ ഔട്ടർ ബാങ്ക്സ് ആണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണല്ലോ അത് എത്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ്. അല്ല, അതിന്റെ ഡയമീറ്ററിലാണ് ഏതാണ്ട് 600 കിലോമീറ്ററോളം വിസ്തൃതിയുണ്ട്. ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത്, ഇതിന്റെ കണ്ണ് എന്ന് പറയുന്നത്, ഈ ചുഴലിക്കൊടുങ്കാറ്റിന്റെ കണ്ണെന്ന് പറയുന്നത് തന്നെ ഏതാണ്ട് 1 കിലോമീറ്ററോളം വ്യാപ്തി വരും. ഇവിടുന്ന് ഏതാണ്ട് ക്യൂബയുടെ ഭാഗത്തുനിന്നൊക്കെയാണ് ഇത് രൂപം കൊണ്ടത്. മെക്സിക്കോയുടെയും ക്യൂബയുടെയും ഇടെ. ഇപ്പൊ ഫ്ലോറിഡയുടെ 3 സൈഡും കടലാണ്. 2 സൈഡ് അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഒരു സൈഡ്, അതായത് ഇപ്പൊ ഇത് കടന്നു പോയത് ഗൾഫ് ഓഫ് മെക്സിക്കോ, അതായത് മെക്സിക്കൻ ഉൾക്കടലാണ്. ഇവിടെ പ്രഷർ കൂടുതലുള്ള സ്ഥലമാണ്. അമേരിക്കയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഫ്ലോറിഡയെ സംബന്ധിച്ചോളം ഹരിക്കെയിൻ എന്നത് ഇവിടെ ഒരു പ്രക്രിയയല്ല, എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇതുപോലെ ഇത്രയും ശക്തമായി വരുന്നത് വളരെ ചുരുക്കമായിട്ട് വരാറുള്ളൂ. എന്തായാലും ഇപ്പൊ ഞാൻ നിൽക്കുന്ന പ്രദേശം ഒരു പരിധി വരെ സേഫ് എന്ന് പറയാം. ഇവിടെ കുറെ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. നാളെ നേരം വെളുത്താലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഏതാണ്ട് 10 മണിയോളം ആയി രാത്രി. ഇനിയിപ്പം ഇത് ചെന്ന് കര തൊടുന്ന സ്ഥലത്താണ്, അവിടെയാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ശരിക്കുള്ള ഇമ്പാക്ട് ഉണ്ടാകുന്നത്. അത് അവിടുന്ന് കരയില് അടിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം അതിന്റെ ശക്തി കുറയും. അത് കഴിഞ്ഞാൽ അത് അടുത്ത സംസ്ഥാനമായിട്ടുള്ള ജോർജിയയിലോട്ട് കിടക്കും. അപ്പൊ ഫ്ലോറിഡയുടെ ഒരു വളഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ് ഫ്ലോറിഡ. അപ്പൊ അതിലെ ആ വളഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗമാണ് ബിഗ് ബെൻഡ് എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു ഭാഗമാണ് ഫ്ലോറിഡയുടെ തലസ്ഥാനമൊക്കെയാണ് ടലഹാസി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഉണ്ടാക്കുന്ന ഡാമേജ് എന്തൊക്കെയാണെന്നുള്ളത് ഇനിയിപ്പം നാളെ അറിയാൻ പറ്റുള്ളൂ. ആർക്കും അപകടങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് പറയുന്നുള്ളൂ. ഇതുവരെയുള്ള അറിവുകൾ പ്രകാരം ഇവിടെ ഈ കാറ്റ് കൊണ്ടുള്ള സാധാരണ രീതിയിലുള്ള അപകടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. വെള്ളപ്പൊക്കം ഏതാണ്ട് 10 മുതൽ 15 വരെ ഇവിടെ ഈ അടുത്ത് ഞാൻ ഈ നിൽക്കുന്ന ഒരു 10 മിനിറ്റേ ഉള്ളൂ കടലിലേക്കുള്ള ദൂരം. ഏതാണ്ട് ഒരു 10-15 അടി ഉയരത്തില് വെള്ളം പൊങ്ങി. അപ്പൊ അതിന്റെയൊക്കെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുള്ളതും രാവിലെ അറിയാൻ പറ്റുള്ളൂ. ഈ തീരെ തൊടുന്ന സ്ഥലം, അതായത് അവിടെ 20 അടി വരെ. നമ്മുടെ ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന അറിയാം, ഇപ്പം ഈ ആഗോള സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് ഈ ജലം ഉയരുന്നത് എല്ലായിടത്തും കാണുന്നുണ്ട്.
അപ്പൊ ഈ വെള്ളപ്പൊക്കത്തെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളത് ഇനിയിപ്പം വരുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ. പിന്നെ പൊതുവെ ഞാൻ മുമ്പ് പറഞ്ഞു, കാറ്റ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാ വർഷവും ഉണ്ടാകുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. എങ്കിലും ചില വീടുകളും അതുപോലെ മൊബൈൽ ഹോമുകൾക്കൊക്കെയാണ് കൂടുതൽ ഡാമേജ് വരുന്നത്. ചിലപ്പോൾ പറഞ്ഞു പോകും. ഞാൻ താമസിക്കുന്നത് ഒരു കുറച്ച് ഉള്ളിലായോണ്ട് അവിടെ വലിയ കാര്യമായ ഡാമേജ് വന്നിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ നാളെ നേരം വെളുക്കുമ്പോ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് വരുമെന്നു പ്രതി. ജയരാജ്, അവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകുന്നതിനുള്ള ഒരു പരിമിതി നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ എങ്കിലും ഈ കൃത്യമായിട്ട് എവിടെയാണ് ഇത് തീരം തൊടുന്നത്, ആ സ്ഥലത്തിൻ്റെ പേരൊന്ന് പറയുമോ? അവിടെ നിന്നും പൂർണ്ണമായും ആളുകളെ മാറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നതും. ഈ ധാരാളം സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി ഇപ്പോൾ പ്രവർത്തിച്ച് തുടങ്ങി എന്നും അറിയുന്നു. വിവിധ ഇടങ്ങളിൽ നിരവധി പേർ ഈ വൈദ്യുതി ബന്ധമൊക്കെ വിച്ഛേദിക്കപ്പെട്ട് സ്വാഭാവികമായും അങ്ങനെ കഴിയുന്നു എന്ന വിവരം കൂടി പുറത്ത് വരുന്നുണ്ട്. എന്തായാലും ഇവിടെ ഞാൻ പറഞ്ഞൂടെ, കുട്ടി അറിയാവുന്ന കാര്യമായിട്ട് തീരപ്രദേശങ്ങളിൽ നിന്നെല്ലാം വാർത്താനം ഒഴിപ്പിച്ചിരുന്നു. അപ്പോ ഫ്ലോറിഡയുടെ ഏറ്റവും തെക്കേ അറ്റത്തിൽ പറയുന്നത് മയാമി എന്നാണ്. അപ്പൊ ആ ഭാഗം പോലെ ഒരുമാതിരി ലോകത്തിലെ ഒരുമാതിരി വളരെ പ്രധാനപ്പെട്ട പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള സ്ഥലം കൂടെയാണ് ഈ ഫ്ലോറിഡ സംസ്ഥാനം. അതുപോലെ നമ്മുടെ റോബിന്റെ വീട് ചുറ്റും തന്നെയാണ് ശബ്ദം കേട്ട് കാണുന്നത്. അതുപോലെ കേൾക്കാനാവാറില്ല നാസയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമൊക്കെ ഈ സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നതാണ്. ഇത് തൊടുന്ന സ്ഥലം പറയുന്നത്, കര തൊടുന്ന സ്ഥലം ഉദ്ദേശിക്കുന്നത് ഫ്ലോറിഡയുടെ നോർത്ത് ഭാഗം, അതായത് ഫ്ലോറിഡ സംസ്ഥാനം സ്ഥിതി ചെയ്യുന്ന തലഹാസി എന്ന് പറഞ്ഞ ഏരിയയിലാണ്. അതിനടുത്താണ് ഇത്. ബിഗ് ബെൻഡ് എന്ന് പറയുന്നത് ആ ഒരു സിറ്റിക്ക്, ആ ഒരു ചെറിയ സിറ്റിക്ക് പറയുന്നതാണ്. അപ്പൊ അവിടെ നിന്ന് ഇത് നേരെ ക്രോസ് ചെയ്ത് അടുത്ത സംസ്ഥാനത്തോട് കിടക്കുകയാണ്. അത് അറ്റ്ലാന്റിക് ചെല്ലുമ്പോൾ കാറ്റഗറി 1 ആവുമെന്നാണ് ഇപ്പൊ പറയുന്നത്. എങ്കിലും അതും തീരെ മോശമൊന്നുമല്ല. ജനവാസ മേഖലയിൽ കൂടെയാണ് പോകുന്നത്. അറ്റ്ലാന്റ എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയിലെ ഒരു പ്രധാന സിറ്റി തന്നെയാണ്. ആളുകളെ നേരത്തെ തന്നെ പലരും തന്നെ നിർബന്ധമായിട്ട് തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അവിടെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളെല്ലാം നേരത്തെ തന്നെ തുറന്നിരുന്നു. ഫ്ലോറിഡ ഗവർണർ ഇവിടെ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആളപായങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് കരുതുന്നു. എങ്കിലും ഈ വെള്ളപ്പൊക്കം ഇത്രത്തോളം ഇവിടേക്കാണല്ലോ എനിക്ക് ഇവിടുന്ന് നമുക്ക് പോകാൻ കഴിഞ്ഞില്ല. കാരണം അവിടെ പോലീസൊക്കെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അവിടെ നമുക്ക് കടത്തി വിടുന്നില്ല. അപ്പൊ അവര് ടി വി കൂടെ ആണല്ലോ പറയുന്നുണ്ട് നമ്മള് സ്റ്റേ ഹോം. ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് വളരെ ചുരുങ്ങിയ ഫെസിലിറ്റി നിന്നാണ് ചെയ്യുന്നത്. വളരെയധികം നന്ദി ശ്രീ ജയരാജ് ലാക്കാട്ടൂർ. ശരിക്കും പറഞ്ഞാൽ ഇനിയും അധികം ചോദ്യങ്ങളുണ്ട്, ഇനിയും വിശദവിവരങ്ങൾ തേടണമെന്നുണ്ട്. പക്ഷേ ഇനി അങ്ങേ ഇതിൻ്റെ നടുവിൽ നിർത്തുന്നത് അതീവ ക്രൂരമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇതിന് ഇനിയുള്ള അപ്ഡേറ്റ്സ് പ്രതീക്ഷിക്കുന്നു ഫ്ലോറിഡയിൽ നിന്ന് തത്സമയം ജനൻ TV പ്രേക്ഷകർക്കായിട്ട്. അതുപോലെ തന്നെ അവിടെ ഇരുട്ടി വെളുക്കുമ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞത് ജീവനും ആരോഗ്യത്തിനും എങ്കിലും ആർക്കും ഹാനി ഉണ്ടാവാതിരിക്കട്ടെ. ഒട്ടനവധി മലയാളികളുണ്ട്. എല്ലാവരോടും പറയുന്നത് അധികൃതർ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക, പുറത്തിറങ്ങാതിരിക്കുക, മാറിപ്പോകാൻ പറയുകയാണെങ്കിൽ ആ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവുക എന്നൊരു ആഹ്വാനമേ ഉള്ളൂ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ശ്രീ ജയരാജ് ലാക്കാട്ടൂർ, ജനം TV ടീമിന് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി. അപ്പോൾ ഈ ഒരു ഇടവേള അല്ലെങ്കിൽ ഇന്ന് രാത്രി, അവിടുത്തെ രാത്രി കഴിഞ്ഞ് പുലരുമ്പോൾ വീണ്ടും അങ്ങേ തത്സമയം പ്രതീക്ഷിക്കുന്നു. അതിനിടയിൽ കൂടുതൽ അപ്ഡേറ്റ്സും. യെസ്, എന്തായാലും ഇവിടെ നിന്ന് 150 കിലോമീറ്റർ അകലെയാണ് ഇത് കര തൊട്ടിരിക്കുന്നതെങ്കിൽ കൂടിയും നമുക്ക് കാണാവുന്നതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അല്ലെങ്കിൽ ഫ്ലോറിഡയിൽ ശരിക്ക് ഈ ഐ ഓഫ് ദ സ്റ്റോം അടിക്കുമ്പോൾ എന്താവും അവസ്ഥ എന്നുള്ളത്. അതാണ് ആദ്യം തന്നെ പറഞ്ഞത്, കാറ്റഗറി 4-ൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇനി അതിൽ നിന്ന് കരുത്ത് കുറയാൻ ഒരു സാധ്യതയും കാണുന്നുമില്ല. ശരി, എന്തായാലും അവിടെ അങ്ങനെയാണെങ്കിൽ ഒരു കൊടുങ്കാറ്റ് കേരളത്തിലെത്തി ഉലയ്ക്കുന്നു എന്ന് ശ്രീ നന്ദനാർ പറഞ്ഞിട്ടുണ്ട്. അതെ, അതിലേക്ക് തന്നെയാണ് നമ്മൾ അടുത്തത് എത്തുന്നത്. അവിടെ അതിന് ഒരു മറുകമന്റ് വന്നിട്ടുണ്ട്, കൊടുങ്കാറ്റ് ചായക്കോപ്പ ആണോ എന്നുള്ള വന്നിട്ടുണ്ട്. ഒട്ടനവധി കമന്റ്സ് ഉണ്ട്. കൊള്ള ഏറ്റവും കൂടുതൽ നടത്തുന്നത് ആരാണ്? പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ശ്രീ സേതു മാധവൻ ഉണ്ട്, രവീന്ദ്രൻ TK, രാജൻ ചങ്ങാട്ട്, അജിത് ഭാസ്കർ ഒക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റ് പല ചോദ്യങ്ങൾ, ഇങ്ങനെയാണെങ്കിൽ രാത്രി എങ്ങനെ കിടന്നുറങ്ങും എന്നുള്ളത് ചോദിച്ചിരിക്കുന്നത് തൃശ്ശൂരെ ATM കൊള്ളയുടെ പശ്ചാത്തലത്തിലാണ് ശ്രീ പ്രകാശൻ വേലുക്കുട്ടി. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും, രാധാകൃഷ്ണൻ വൈകുണ്ഠം, PRP കുറുപ്പ് സാറൊക്കെ ധാരാളം കമൻസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ
പെട്ടെന്ന് തിരികെ എത്താം. അത് കൊടുങ്കാറ്റാണോ, ആരെ ഉദ്ദേശിച്ചിട്ടാണോ, അത് ഗാങ് വാറാണോ എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കാം. എന്തായാലും രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെയാണ് എത്തുന്നത്. കാരണം മുഖ്യമന്ത്രിക്കെതിരെ ഇന്നലെ PV അൻവർ ആഞ്ഞടിച്ചത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ എല്ലാ കള്ളത്തരങ്ങളും പിണറായി വിജയന്റെ അറിവോടെ എന്നും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരം ഭരിക്കാൻ യാതൊരു അർഹതയില്ലെന്ന് കൂടി PV അൻവർ ഇന്നലെ പറയുന്നതും കേട്ടതാണ്. അതേസമയം MLA സ്ഥാനം രാജിവെക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരമായാണ് അദ്ദേഹം അത് ആവർത്തിച്ച് പറഞ്ഞത്. ഇതിന് പിന്നാലെ അൻവറിന്റെ വീടിന് മുന്നിൽ CPM ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി ഇത് സംബന്ധിച്ച് പറയാനുള്ളതും. വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട, ഇത് പാർട്ടി വേറെയാണ് എന്നാണ് ഫ്ലക്സിൽ എഴുതിയിരിക്കുന്നത്. PV അൻവർ ആ മുന്നണിയുടെ ഭാഗമാണ് എന്നതൊക്കെ അവർ മറന്നിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും CPM ഒതായി ബ്രാഞ്ചിന്റെ പേരിലാണ് ഈ ഫ്ലക്സ് സ്ഥാപിച്ചിട്ടുള്ളത്. PV അൻവർ ഇന്നലെ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം. അതിനുശേഷം വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല, ഒരർഹതയില്ല. അദ്ദേഹം ആ കാര്യത്തിൽ അമ്പെ പരാജയമാണ്. പരാജയമാണ് മുഖ്യമന്ത്രി എന്ന് ഒരു കാലത്ത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന വലങ്കയായിരുന്ന PV അൻവർ തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു വയ്ക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പേരിൽ വോട്ട് നേടി MLA സ്ഥാനം നേടിയ PV അൻവർ എന്തായാലും അല്ല, PV അൻവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ PV അൻവറിന്റെ പേരിലാണ് മറ്റുള്ളവരൊക്കെ ജയിച്ചിരിക്കുന്നത്. അവകാശവാദം അനുസരിച്ചാണെങ്കിൽ. ഒന്ന്. രണ്ട്, ഇതൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ കണ്ടതൊരു ചെറിയ ട്രെയിലർ മാത്രമാണ്. എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്, ഓരോരുത്തരായി പേരെടുത്ത് പറഞ്ഞിരിക്കുന്നു. കള്ളത്തരങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെ എന്ന് പറയുന്നു. സാധാരണക്കാർക്ക് ശബ്ദമുയർത്താൻ കഴിയില്ല എന്ന് പറയുന്നു. നമുക്ക് ശിവദാസിലേക്ക് പോകാം അല്ലേ ഈ കഥകൾ. ശിവദാസ് കന്മനം, നമസ്തേ, സ്വാഗതം പുത്തൻപുലരിയിലേക്ക്. ശിവദാസ് തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്ത് എത്തിയത് വലിയൊരു മാലപ്പടക്കവും വെടിക്കെട്ടും ഒക്കെ ആയിട്ടാണ്. തുരുതുരെ വാർത്തകൾ പൊട്ടുന്നു. പറയൂ ശിവദാസ് ഇല്ലാതെ ഇപ്പോൾ പുത്തൻപുലരി തുടങ്ങില്ല, ആ അവസ്ഥയിലുമായി. ശിവദാസ്, എന്താണ് ഇതിന് പിന്നിൽ? CPM നിന്ന് ഭീഷണി തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ടോ? വീടിന് മുന്നിൽ ഫ്ലക്സ്. പറയൂ ശിവദാസ്. തീർച്ചയായും പ്രദീപ് പിള്ള നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് CPM-നുള്ളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം PV അൻവർ തുറന്നു വിട്ട ഭൂതത്തെ അവർക്ക് കൂട്ടിലടയ്ക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രിയോടെ PV അൻവറിന്റെ ഒതായിലെ വീടിന് മുൻപിൽ CPM പ്രവർത്തകർ ഒരു ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ പാർട്ടിയോട് വിരട്ടലും വിലവേശലും ഒന്നും വേണ്ട, ഇത് പാർട്ടി വേറെയാണ് എന്ന് പറഞ്ഞാണ് അത്തരത്തിൽ ഒരു ഫ്ലക്സ് ബോർഡ് വച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ വലിയൊരു ഭിന്നതയും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരിൽ വലിയൊരു അമർഷവും PV അൻവറിന്റെ ഈ തുടർച്ചയായ പ്രതികരണങ്ങളിൽ ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ്. കാരണം പലപ്പോഴായി മുഖ്യമന്ത്രി അടക്കം നേരിട്ട് വന്ന് ഇത്തരം പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് മാറണം എന്ന് PV അൻവറിനോട് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ PV അൻവർ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം തന്നെ അതിനെ തടയിട്ടുകൊണ്ട് മുഖ്യമന്ത്രി കണക്കുകൾ നിരത്തി ഇതാണ് ശരി, PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് കൃത്യമായി തന്നെ ബോധിപ്പിച്ചിരുന്നു. ഇതിനുശേഷമാണ് മുഖ്യമന്ത്രിയോട് വലിയ രീതിയിലുള്ള ഒരു ശത്രുത PV അൻവറിന് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ നടത്തി. ഇന്നലെ പത്രസമ്മേളനം, PV അൻവറിന്റെ പത്രസമ്മേളനം ഏകദേശം 2 മണിക്കൂറോളം ആണ് ഉണ്ടായിരുന്നത്. അതിൽ കൂടുതൽ സമയവും മുഖ്യമന്ത്രിക്കെതിരായ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ അർഹനല്ല, ഒരു അർഹതയും മുഖ്യമന്ത്രിക്ക് ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഇല്ല. മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പമുള്ള കുറെ ആളുകളാണ്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ അറിയാം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന എല്ലാ കള്ളത്തരങ്ങളും മുഖ്യമന്ത്രിക്ക് അറിയാം. പക്ഷേ മുഖ്യമന്ത്രി മൗനം തുടരുകയാണ്. മുഖ്യമന്ത്രിക്ക് ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. താൻ ഒരു പിതാവിനെ പോലെയാണ് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ മക്കളെ പല രീതിയിലുമാണ് മുഖ്യമന്ത്രി കാണുന്നത്. ഒരു മുഹമ്മദ് റിയാസ് മാത്രം മതിയോ എന്ന് പ്രത്യേകം എടുത്തു ചോദിച്ച് മുഖ്യമന്ത്രി പാർട്ടിയെ തകർക്കുകയാണ് ചെയ്യുന്നത് എന്നും PV അൻവർ പ്രത്യേകം എടുത്തു പറഞ്ഞു. കാരണം ഒരുപക്ഷെ അവസാനത്തെ ഇടത് മന്ത്രിസഭയാകാം ഇത് എന്നും PV അൻവർ പറയുന്നു. ഒരു ഇടത് സ്വതന്ത്ര MLA കൂടിയാണ് PV അൻവർ എന്നത്
മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടിയാണ്. എന്നിട്ടും തുടർച്ചയായി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പാർട്ടിക്കെതിരെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും പി വി അൻവർ നടത്തുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഈ പി വി അൻവർ ഇങ്ങനെ പറയുമ്പോൾ അൻവറിന് പിന്നിൽ ആരാണ് എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വലിയ ഒരു ലോബി പി വി അൻവറിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും അത്തരത്തിലുള്ള ഒരു പിന്തുണ പി വി അൻവറിന് ലഭിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കള്ളക്കടത്തുകാർ പറയുന്നതാണ് ശരി എന്ന തരത്തിലാണ് പി വി അൻവർ പറഞ്ഞു വെക്കുന്നതും. അത്തരത്തിൽ ഇന്നലെ വീഡിയോ അടക്കം പുറത്തു വിട്ടിരുന്നു. അതായത് കള്ളക്കടത്ത് സ്വർണം ഇങ്ങോട്ട് എത്തിക്കുന്ന കേരളത്തിലേക്ക് എത്തിക്കുന്ന കരിയർമാരുമായി അഭിമുഖം നടത്തുന്ന വീഡിയോ അൻവർ പുറത്തു വിട്ടിരുന്നു. അവർ പറയുന്നത് തങ്ങൾ കൊണ്ടുവരുന്ന സ്വർണം പിന്നീട് പോലീസ് പിടിച്ചെടുക്കുമ്പോൾ അത് കോടതിയിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ അളവിൽ ഒരുപാട് കുറവുണ്ട് എന്നാണ് ഈ കള്ളക്കടത്തുകാർ പറയുന്നത്. അതിന്റെ കരിയർമാർ പറയുന്നത്. അവരുമായി ബന്ധപ്പെട്ടുള്ള അഭിമുഖമാണ് ഇന്നലെ പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത്. അതായത് പോലീസ് പറയുന്നത് തെറ്റാണ്, കള്ളക്കടത്തുകാർ പറയുന്നതാണ് ശരി എന്നാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി കൃത്യമായി തന്നെ പറയുന്നുണ്ട് കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്ത് വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കരിപ്പൂർ. അവിടെ ഇനിയും കർശനമായ പരിശോധന തുടരും. ഏത് രീതിയിൽ കള്ളക്കടത്തുകാർക്ക് കുട പിടിച്ചാലും ശരി, അവിടെ കൃത്യമായ പരിശോധന കർശനമായി തന്നെ ഇനിയും തുടരും എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അത് കൃത്യമായി പി വി അൻവറിനെ ലാക്കാക്കി തന്നെയാണ്. അൻവർ നൽകിയ പരാതികളിൽ ഒന്നും തന്നെ കൃത്യമായ അന്വേഷണം ഉണ്ടാകില്ല എന്ന് അപ്പോൾ തന്നെ വ്യക്തമായിട്ടുണ്ട്. കാരണം അൻവർ നേരത്തെ പറഞ്ഞിരുന്നു തുടക്കത്തിൽ തനിക്ക് മുഖ്യമന്ത്രിയെ വലിയ താല്പര്യമുണ്ടായിരുന്നു. താൻ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായ നടപടികൾ എടുക്കുന്നുണ്ട്, കൃത്യമായ ഇടപെടലുകൾ മുഖ്യമന്ത്രി എടുക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നത്. കാരണം താൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട സമയത്ത് പോലും മുഖ്യമന്ത്രി താൻ നൽകിയ പരാതി പരിശോധിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ മുഖത്ത് ആ ഒരു ഗൗരവം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് മനസ്സിലായത് അതിനെയെല്ലാം തള്ളുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പി ശശിയെയും അതോടൊപ്പം ADGP അജിത് കുമാറിനെയും എല്ലാം സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഇത് ശരിയല്ല. കാരണം പോലീസിൽ വലിയ രീതിയിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ട്. ADGP MR അജിത് കുമാർ അടക്കമുള്ള ആളുകൾ അവരെ ഡിസ്മിസ് ചെയ്യണം എന്നൊരു ആവശ്യം ആണ് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള കൂടുതൽ തെളിവുകൾ പുറത്തുവിടും എന്ന് പി വി അൻവർ പറയുന്നുണ്ട്. അത്തരത്തിൽ എന്തായാലും പാർട്ടിയെ സംബന്ധിച്ച് ഇത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഇടത് മുന്നണിയിൽ ഈ വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമാകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ പാർട്ടി തന്നെ കർശനമായ ഒരു നടപടി പി വി അൻവറിന് മേൽ എടുക്കും എന്നത് ഉറപ്പാണ്. കാരണം CPM സംസ്ഥാന സെക്രട്ടറി തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയും എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പി വി അൻവർ പരസ്യ പ്രസ്താവനകൾ നിർത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പത്രക്കുറിപ്പ് വരെ ഇറക്കിയിരുന്നു. പക്ഷേ പി വി അൻവർ അത് അംഗീകരിച്ചിരുന്നില്ല. തൽക്കാലം പരസ്യ പ്രസ്താവനകൾ നിർത്തുന്നു എന്ന് പറഞ്ഞു എങ്കിൽ പോലും തൊട്ടടുത്ത നിമിഷങ്ങളിൽ അത് തുടരുകയാണ് ഉണ്ടായത്. അത് പാർട്ടിക്ക് വലിയ തലവേദനയായിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടി വരും സമയങ്ങളിൽ വരും ദിവസങ്ങളിലും ഒരു കടുത്ത നടപടിയിലേക്ക് പോകും എന്നാണ് സൂചന. പ്രദീപ് പിള്ള. ശിവദാസ്, അപ്പോൾ പാർട്ടിക്ക് പുറത്തേക്കാണ് അൻവറിന്റെ വഴി എന്നതിൽ തർക്കമില്ല എന്ന് തോന്നുന്നു. കാരണം റിപ്പോർട്ടുകളൊക്കെ അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഫ്ലക്സ് ബോർഡിൽ എന്തായാലും പിണറായി വിജയനെ MV ഗോവിന്ദനെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ശിവദാസ് എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? നോക്കൂ, ഇത് ഇപ്പോൾ ഇവരാരും പുറത്തു പറയുന്ന കാര്യങ്ങളല്ല യഥാർത്ഥ കാരണം എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയ കേരളം അത്രയ്ക്കൊക്കെ പ്രബുദ്ധമാണ്. അപ്പോൾ അൻവർ ലക്ഷ്യം വയ്ക്കുന്നത് ആര്? മുഖ്യമന്ത്രിയെ തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ അൻവറിന് പിന്നിൽ ആര്? പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗമാണോ? കണ്ണൂരിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നീങ്ങുന്നൊരു വിഭാഗം, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ രംഗപ്രവേശം ചെയ്യുകയും ഒരു ഭരണത്തിലെങ്കിലും വളരെ നിർണായകമായ ഒരു റോൾ ലഭിക്കുകയും ചെയ്തതിൽ അസംതൃപ്തരായ ഒരു വിഭാഗമുണ്ടോ? അതുമല്ലെങ്കിൽ പാർട്ടിയുടെ ഇതുവരെയുള്ള സർവ്വ കീഴ്വഴക്കങ്ങളിൽ ലംഘിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറിയിലല്ലാതെ മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിക്ക് ചുറ്റും നിൽക്കുന്നവരിലേക്കും അധികാരം കേന്ദ്രീകരിച്ചതിലുള്ള അമർഷമോ യഥാർത്ഥ പാർട്ടിക്കാർ എന്ന് അവകാശപ്പെടുന്നവർ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവർ ജ്വലിച്ചു നിന്നപ്പോൾ പോലും കേൾക്കാത്ത തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇത്തവണ കേൾക്കുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. വിഭാഗീയത അതിന്റെ ഏറ്റവും മൂർധന്യത്തിൽ നിന്നപ്പോൾ പോലും. പക്ഷെ ഇപ്പോ കേൾക്കുന്നത് പ്രത്യയശാസ്ത്രപരമല്ല, അല്ലെങ്കിൽ പാർട്ടി എടുത്ത എന്തെങ്കിലും ഒരു നയത്തിന്റെയോ നിലപാടിന്റെ പേരിലല്ല, അതല്ലെങ്കിൽ ലീഗ് ബന്ധത്തിന്റെ പേരിലല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ അടവ് നയത്തിന്റെ പേരിലല്ല, തികച്ചും വ്യക്തിപരം വ്യക്തി കേന്ദ്രീകൃതമായ ആക്രമണമാണ് നടക്കുന്നത്. ഒന്ന് അതോ കുറെ കൂടി ഗൗരവതരം, പാർട്ടിക്കുള്ളിൽ വിഭാഗീയത പുത്തരിയല്ല, ഈ പാർട്ടി തുടങ്ങിയപ്പോൾ തൊട്ട് അതുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും ഫാക്ടറാണോ? കാര്യം ചിലരുടെ വിമർശനം നമ്മുടെ പല
പ്രേക്ഷകരുടെയും കമൻസ് വന്നു. ഇതൊരു ഗ്യാങ് വാറാണോ? സ്വർണ്ണക്കള്ളക്കടത്ത് ഈ വിവാദം തുടങ്ങിയത് മുതൽ പശ്ചാത്തലത്തിൽ മുഴങ്ങുന്ന ശബ്ദങ്ങൾ, വാക്കുകളാണത്. സ്വർണ്ണക്കടത്തിനെ ചൊല്ലി രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണോ ഈ കാണുന്നത്? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരെങ്കിലും സ്വാധീനിക്കാൻ PV അൻവറോ അദ്ദേഹത്തിന് പിന്നിലുള്ളവരോ ഒപ്പമുള്ളവരോ ശ്രമിച്ചിരുന്നോ? അതിലുണ്ടായ തെറ്റലാണോ? അതിലേക്കാണ് പോകേണ്ടത്. അത് സംസ്ഥാനത്തെ ഒരു ഏജൻസി അന്വേഷിച്ചാലും അത് പുറത്തു വരില്ല എന്ന് വ്യക്തമാണ്. അത് ഒരുപക്ഷെ സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയെ തന്നെ തുരങ്കം വയ്ക്കുന്ന ഒരു വലിയ വെളിപ്പെടുത്തലിലേക്കാവും അത് പോവുക. ശിവദാസ്, എന്തെങ്കിലും ഒക്കെ അവിടെ നിന്ന് വിവരങ്ങളുണ്ടോ, സൂചനകളുണ്ടോ? തീർച്ചയായും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് തുടക്കത്തിൽ PV അൻവർ ഉന്നയിച്ചിരുന്നത്. അതായത് പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ ആയിരുന്നില്ല. പാർട്ടിയിലെ ഏതെങ്കിലും തരത്തിൽ തനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തതോ അല്ലെങ്കിൽ മറ്റു വിഭാഗീയതയുടെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ആയിരുന്നില്ല. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് തുടക്കത്തിൽ PV അൻവർ പറഞ്ഞിരുന്നത്. അതായത് കരിപ്പൂർ സ്വർണ്ണക്കടത്തുകാർക്ക് അനുകൂലമായ ചില നടപടികൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. സ്വർണ്ണക്കടത്തിനെ സംരക്ഷിച്ചുകൊണ്ട്, സ്വർണ്ണക്കള്ളക്കടത്തുകാരെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഇടപെടലും അത്തരത്തിലുള്ള പ്രതികരണങ്ങളുമായിരുന്നു PV അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് തുടർ നടപടികളിലേക്കും അല്ലെങ്കിൽ തുടർ പ്രതികരണങ്ങളിലേക്കും എല്ലാം തന്നെ PV അൻവറിനെ കൊണ്ട് എത്തിച്ചത്. നമുക്കറിയാം, രാജ്യത്തു തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്ന പ്രധാന ഹബ്ബുകളിൽ ഒന്നുകൂടിയാണ് കരിപ്പൂർ വിമാനത്താവളം. ഇവിടെ വലിയ രീതിയിൽ സ്വർണം ഒഴുകുന്നു. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ രീതിയിൽ സ്വർണ്ണക്കടത്ത് നടക്കുന്ന ഒരു ഇടം കൂടിയാണ്. പക്ഷേ അത് തടയിടാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇവിടെ സ്വർണ്ണക്കടത്ത് തടയാൻ വേണ്ടി പോലീസിന്റെ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചത്, ഒരു പ്രത്യേക ഡാൻസ് ഓഫ് ടീമിനെ രൂപീകരിച്ചത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ മാത്രം ഇവിടെ 100 കിലോയോളം സ്വർണ്ണമാണ് ഇവിടെ നിന്നും പിടികൂടിയത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇതുവഴിയുള്ള ഒരു സ്വർണ്ണക്കടത്ത് തടയിടുക എന്ന ലക്ഷ്യം പോലീസിന് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സ്വർണ്ണക്കടത്തുകാരെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിയാണ്. കാരണം അവർ പല രീതിയിലും കസ്റ്റംസിനെ വെട്ടിച്ച് സ്വർണം പുറത്തേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉള്ള ഒരു തടസ്സം അവർക്ക് നേരിടേണ്ടി വന്നു. കാരണം പോലീസ് അവിടെ ശക്തമായ രീതിയിൽ പരിശോധനകൾ നടത്തി. ഇത് സ്വർണ്ണക്കടത്തുകാരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായി. ഇവർക്ക് വേണ്ടിയാണ് പൊതുവെ അൻവർ ഇതുവരെ സംസാരിച്ചിട്ടുള്ളത്. കാരണം ഈ കള്ളക്കടത്ത് സംഘങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് ശരി, പോലീസ് പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ പോലീസ് പ്രവർത്തിക്കുന്ന കാര്യങ്ങളോ ശരിയല്ല എന്ന് പറയുന്നത്. കാരണം PV അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആഫ്രിക്കയിലെ സിയറ ലിയോണയിൽ സ്വർണ്ണ ഖനനം നടത്തുന്ന ഒരു കമ്പനി തന്നെയുണ്ട്. പലപ്പോഴും അദ്ദേഹം മലയാളി കൂടി ആയതുകൊണ്ട് തന്നെ ഇവിടെ അത്തരത്തിലുള്ള കച്ചവടക്കാരുമായി തന്നെ വലിയ ഒരു ബന്ധമുണ്ട്. പ്രത്യേകിച്ച് മതമൗലികവാദികളുടെ ഒരു പിന്തുണ കൂടി അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും പത്രസമ്മേളനങ്ങളിൽ അടക്കം പറയുന്നത് ഈ പലപ്പോഴും മലപ്പുറം ജില്ലയെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. പോലീസ് അത്തരത്തിൽ കേസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നുണ്ട്. ബോധപൂർവമാണ് അത് മലപ്പുറം ജില്ലയെ മോശമാക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് എന്ന് അത്തരത്തിലുള്ള സംഘങ്ങളുടെ എല്ലാം തന്നെ ഒരു പിന്തുണ അൻവറിന് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടിയിൽ നിന്നും ലഭിക്കുന്ന പിന്തുണയും അൻവറിനുണ്ട്. പാർട്ടിയിലെ ഒരു വിഭാഗത്തിൽ നിന്നും മാത്രം ലഭിക്കുന്ന ഒരു പിന്തുണയും PV അൻവറിനുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അൻവറിന്റെ പിന്നിലുള്ള സംഘം ആര് എന്നത് വ്യക്തമാണ്. കാരണം നേരത്തെ തന്നെ അൻവർ ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു, വലിയ കച്ചവടക്കാരനായിരുന്നു. അത് വലിയ വാർത്തകളായിരുന്നു. പ്രത്യേകിച്ച് അനധികൃതമായ പല നിർമ്മാണ പ്രവർത്തനങ്ങളും അൻവറിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. കക്കാടംപൊയിൽ പാർക്ക് എല്ലാം നമുക്കറിയാം. ഇപ്പോഴും അത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസ് കൂടിയാണ്. അത്തരത്തിൽ നേരത്തെ തന്നെ ഒരു കച്ചവടക്കാരനായ അൻവറിനെ സംബന്ധിച്ച ഇത് ഒരു മറ മാത്രമാണ്. രാഷ്ട്രീയം എന്നത് അതിനു വേണ്ടിയുള്ള ഒരു മറ മാത്രമാണ്. MLA സ്ഥാനം എന്നത് പോലും അതിനുള്ള ഒരു മറ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് തന്നെ തിരഞ്ഞെടുത്ത ജനങ്ങളെ പോലും പുച്ഛിച്ചുകൊണ്ട് തന്നെ ആ രീതിയിൽ MLA സ്ഥാനം നൽകാൻ സഹായിച്ച ഇടതുപക്ഷത്തെ പോലും പുച്ഛിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവരെ തള്ളി പറഞ്ഞുകൊണ്ടും ഇത്തരത്തിലുള്ള ലോബികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതും. ശരി, ശിവദാസ് കന്മനം, തുടർ നീക്കങ്ങൾ അതാണ് ഏറെ കൗതുകത്തോടെ എല്ലാവരും നോക്കിയിരിക്കുന്നത്. അൻവറിന് നേരെ എന്തെങ്കിലും അന്വേഷണം ഉണ്ടാകുമോ, നിയമ നടപടി ഉണ്ടാകുമോ? ഇനി കൗണ്ടർ മൂവ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അൻവറിൻ്റെ അടുത്ത പടി എന്താണ്? പാർട്ടിയിൽ നിന്ന് പുറത്തേക്കാണെങ്കിൽ എങ്ങോട്ടേക്കാണ്? മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം ചില ഉപാധികൾ വെച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. മുൻ കോൺഗ്രസ്സുകാരനാണ് PV അൻവർ. അങ്ങനെ കോൺഗ്രസിലേക്ക് ചെന്നാൽ ഇതുവരെ അവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പിൻവലിക്കുമോ? എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ കുറച്ച് നാൾ സജീവമായി തന്നെ നിൽക്കാൻ പോകുന്ന ഒരു വിഷയമാണ്. മാലപ്പടക്കമാണ് പൊട്ടിച്ചിരിക്കുന്നത്.
അമ്മയ്ക്ക് 71ാം പിറന്നാൾ. ഇന്ന് സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ 71ാം പിറന്നാൾ ദിനമാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി ചടങ്ങുകൾ മാത്രമായാണ് ഇത്തവണ പിറന്നാൾ ആചരിക്കുന്നത്. ജന്മദിനത്തോടനുബന്ധിച്ച് വയനാട് ദുരിതബാധിതർക്കായി 15 കോടിയുടെ പാക്കേജും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഘോഷ പരിപാടികൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് കാരുണ്യാമൃത വർഷിണിയായ അമ്മയുടെ ഇത്തവണത്തെ ജന്മദിനം ആചരിക്കുക. രാവിലെ ഗണപതി ഹോമത്തോടെ പിറന്നാൾ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് ലളിത സഹസ്രനാമ അർച്ചനയുണ്ടാകും. മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരിയുടെ സത്സംഗത്തിനു ശേഷം ഗുരുപാദ പൂജ നടക്കും. അമ്മയുടെ ജന്മദിന സന്ദേശം കഴിഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനമുണ്ടാകും. വയനാട് ദുരിതബാധിതർക്കായി മഠം 15 കോടി രൂപയുടെ ധനസഹായവും നൽകുന്നുണ്ട്. 15 കോടി രൂപയുടെ ഒരു പാക്കേജ് വയനാടിന് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചു. 15 കോടി എന്ന് പറയുന്നത് അവിടെ പ്രധാനമായിട്ടും ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതിന് മുൻപ് മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യ നമ്മൾ മൂന്നാറിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട്. സിക്കിമിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ രണ്ടിലൂടെ പ്രധാനമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റ് ഈ ലാൻഡ് സ്ലൈഡ് പ്രോൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടി ഇത് സ്ഥാപിക്കണം എന്നുള്ള ഒരു അപേക്ഷ വന്നിട്ടുണ്ട്. അത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ 15 കോടി പ്രധാനമായും ഈ ഏർലി വാർണിംഗ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ആശ്രമത്തിൽ നടക്കുന്ന ലളിതമായ ചടങ്ങിൽ അമൃതകീർത്തി പുരസ്കാരം കവി വി മധുസൂദനൻ നായർക്ക് സമ്മാനിക്കും. തുടർന്ന് സമൂഹ വിവാഹവും നടക്കും. ആഘോഷ പരിപാടികൾ ഒന്നും തന്നെയില്ലെങ്കിലും അമ്മയുടെ പിറന്നാൾ ആഘോഷമാക്കാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഭക്തജനലക്ഷം അമൃതപുരിയിൽ എത്തിക്കഴിഞ്ഞു. ജനം, കൊല്ലം. പ്രശാന്ത് ശങ്കരമംഗലത്ത്, ഇനി അങ്ങനെ പറയാൻ പാടില്ല, ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് അമ്മയുടെ ആശ്രമത്തിൽ നിന്ന്. പ്രശാന്തിലേക്ക് പോകുന്ന മുമ്പ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ പറഞ്ഞ നമ്മളിപ്പോൾ കാണിച്ച വാർത്തയിൽ വയനാടിന് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞ് നടത്തുന്ന ഒരു പ്രവർത്തനം. അതിലാണ് ഏറ്റവും വർഷങ്ങൾക്ക് മുമ്പ് 18ലെയും 19ലെയും ദുരന്തത്തിന് പിന്നാലെ ഒരു വലിയ വിദഗ്ധ സംഘം വന്ന് വയനാട്ടിൽ താമസിച്ച് പഠിച്ച് സംസ്ഥാന സർക്കാരിന് നൽകിയൊരു റിപ്പോർട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ സ്വാമി പ്രഖ്യാപിച്ച ഈ പാക്കേജിലുള്ളത്. അതായത് ഏർലി വാർണിംഗ് സിസ്റ്റം. അവിടെ പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്നും അവിടെ പെയ്യുന്ന മഴയുടെ കരുത്ത്, തീവ്രത, ഒപ്പം എത്ര സമയം മഴ പെയ്യും, ഇത് രണ്ടും പഠിച്ചാൽ, ഈ റെയിൻ ഗേജ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പ്രവചിക്കാനാകും എന്നായിരുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ആ 2 ദുരന്തവും കഴിഞ്ഞതിൻ്റെ വാർഷികങ്ങളും കഴിഞ്ഞു. അതിലും വലിയൊരു ദുരന്തം വന്ന് വയനാടിനെ വിഴുങ്ങിയിട്ടും സംസ്ഥാന സർക്കാർ അണങ്ങിയിട്ടില്ല. ആകെ ഉണ്ടായിട്ടുള്ളത് രാജ്യസഭയിൽ ചെന്ന് CPM MP കേന്ദ്രമൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. നന്നായി അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് വാങ്ങിക്കെട്ടി തിരിച്ചു വന്നു സ്വയം ട്രോളായി മാറി. എന്തായാലും ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഡംബരങ്ങളില്ല, ആഘോഷങ്ങളില്ല. എന്നാൽ അമ്മയ്ക്ക് ആശംസകളുമായി ഭക്തജനങ്ങൾ ഒട്ടേറെ എത്തിയിട്ടുണ്ടോ? നമുക്ക് അവിടെയുള്ള വിശേഷങ്ങൾ പറയൂ. സൂക്ഷിക്കുവാൻ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നുള്ളതാണ് പരമാവധി. ഗുഡ് മോർണിംഗ് പ്രദീപുള്ള അനു. കഴിഞ്ഞ അമൃതാനന്ദമയി മഠത്തിൽ ആഘോഷങ്ങളൊന്നുമില്ലെങ്കിൽ പോലും ഭക്തജനങ്ങളുടെ ഒരു നിറഞ്ഞ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അമ്മയുടെ കാരുണ്യാമൃത വർഷിണിയായ അമ്മയുടെ ജന്മദിനം അത് ആഘോഷമാക്കാൻ തന്നെയാണ് ഭക്തജനങ്ങളുടെ ഒരു തീരുമാനം. രാവിലെ 6 മണി മുതലാണ് ഈ മഠത്തിൽ ഗണപതി ഹോമം ആരംഭിച്ചത്. ഗണപതി ഹോമത്തെ തുടർന്ന് ലളിതാ സഹസ്രനാമ അർച്ചന നടന്നിരുന്നു. അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനായ അമൃതസ്വരൂപാനന്ദപുരിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ 2 കർമ്മങ്ങളും നടന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ സത്സംഗം
പ്രസംഗവും നടന്നു വരികയാണ്. അതിനുശേഷമായിരിക്കും ഗുരുപാദുക പൂജ നടക്കുക. ഗുരുപാദ പൂജയ്ക്ക് ശേഷം അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും മറ്റ് പരിപാടികളിലേക്ക് കടക്കുക. ഈ ഒരു ജന്മദിനം എന്ന് പറയുന്നത് നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ വയനാടിൻ്റെ ഒരു ദുരന്ത പശ്ചാത്തലം നമ്മുടെ എല്ലാം മനസ്സിൽ നിന്ന് വിട്ടുമാറാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പശ്ചാത്തലത്തിൽ നമുക്ക് അമൃതാനന്ദമയ മഠവും ആ ദുരിതബാധിതർക്കും ആ ദുഃഖത്തിൽ അകപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾക്കും ഒക്കെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് ഈ ജന്മദിനം കൊണ്ട് ഇത്തവണത്തെ ജന്മദിനം അർത്ഥമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കൊല്ലവും നടത്തിവരുന്ന രീതിയിലുള്ള അമൃതവർഷം ഒരു വലിയ പരിപാടിയായി നടത്തുവാൻ ഇത്തവണ അമ്മ നിർദ്ദേശം നൽകിയില്ല. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ ഈ ആശ്രമത്തിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിൽ ചുരുങ്ങിയ പരിപാടികൾ മാത്രമായിട്ടാണ് നടക്കുന്നത്. ഒരു പൊതുപരിപാടി എന്ന നിലയിൽ വലിയ അതിഥികളെയെല്ലാം വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയിലേക്ക് മഠം ഇത്തവണ പോകുന്നില്ല എന്ന് നേരത്തെ തന്നെ നിർദ്ദേശവും നൽകിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ലളിതമായ ചടങ്ങുകൾ മാത്രമാണ് ആശ്രമത്തിൽ ഇന്ന് നടക്കുക. എല്ലാ വർഷവും നടത്തി വരാറുള്ളത് പോലെ തന്നെ സമൂഹ വിഭാഗം ഈ അമ്മയുടെ ജന്മനാളിനോട് ഭാഗമായിട്ട് നടത്താറുണ്ട്. ആ സമൂഹ വിവാഹം ഉണ്ടാകും. അതോടൊപ്പം തന്നെ അമൃതകീർത്തി പുരസ്കാരം അതും ഈ ജന്മദിനത്തോട് അനുബന്ധിച്ച് നൽകി വരുന്നതാണ്. ആ അമൃതകീർത്തി പുരസ്കാരവും നൽകും. അമൃതകീർത്തി പുരസ്കാരം ഇത്തവണ നൽകുന്നത് കവി വി മധുസൂദനൻ നായർക്കാണ്. മറ്റ് വിവാഹവും 25ഓളം യുവാക്കളെ, നിർധനരായ യുവതിയുവാക്കൾക്കാണ് ഈ ഇത്തവണ വിവാഹം. ഭാഗ്യം ഈ അമ്മയുടെ ജന്മദിനത്തോട് അനുബന്ധിച്ച് നടക്കുക. ഇങ്ങനെയാണ് കാര്യക്രമങ്ങളുടെ ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത്. അതിനുശേഷമായിരിക്കും അമ്മയുടെ ദർശനം നടക്കുക. ആ ദർശനം ഇന്ന് നാളെ, അതായത് ഭക്തർ അവസാനിക്കുന്നവരെ ഓരോ ഭക്തനും വന്ന് ദർശനത്തിന് കാത്തുന്നതിന് ശേഷം എല്ലാ ഭക്തരെയും കണ്ടതിന് ശേഷം മാത്രമേ അമ്മ ദർശനം അവസാനിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ഈ നിലവിലെ ഒരു രീതി, നിലവിലെ ഒരു സാഹചര്യം, ഈ അമൃതാനന്ദമയി മഠത്തിലെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും നിറഞ്ഞ ഭക്തജന സാന്നിധ്യം നമുക്കിവിടെ എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. അത് സ്വദേശത്തു നിന്നും കേരളത്തിൽ നിന്ന് പുറത്തു നിന്നും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ളവർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു സുരക്ഷയും പോലീസിന്റെ ഭാഗത്തു നിന്നായാലും ശരി, അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു നിലയിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ അമ്മയുടെ ദർശനം അടക്കമുള്ള ഈ ഗുരുപാദ പൂജ അടക്കമുള്ള പരിപാടിയിലേക്ക് കടക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും പൊതുപരിപാടി എന്ന നിലയിൽ ചെറിയ രീതിയിൽ ചുരുങ്ങിയ രീതിയിൽ സ്റ്റേജിൽ വന്നുകൊണ്ടൊരു പരിപാടി എന്ന രീതിയിലേക്ക് എത്തുക. എന്തായാലും അല്പസമയത്തിനുള്ളിൽ അത് നടക്കും. പ്രദീപ്, അമ്മ ഭക്തജനങ്ങൾക്ക് ഇതുവരെ ദർശനം നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ആ ദർശനം ആരംഭിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇന്നത്തെ ദിവസത്തെ ദർശനം ഇനി ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ പ്രശാന്ത് ദയവായി ആ ദർശന സമയമാകുമ്പോൾ അലേർട്ട് ചെയ്യുക. കാര്യം അപ്പോൾ തത്സമയം അവിടേക്ക് തന്നെ വരണം. ഇപ്പോൾ എല്ലാവരും ആഘോഷമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അമ്മയുടെ ഭക്തരായ, അമ്മയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകമെമ്പാടുമുണ്ട്. അവർ നോക്കിയിരിക്കുന്നത് ഇന്നത്തെ പിറന്നാൾ ദിവസം ദർശനം. അപ്പം അതിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഫ്ലോറിഡയിലേക്ക് പോകാം. അവിടെ ശ്രീ മധു പിള്ള ചേരും കൂടുതൽ വിവരങ്ങളുമായി. ഹെലൻ ചുഴലിക്കാറ്റ് അതിൻ്റെ എല്ലാ കരുത്തോടും കൂടി സർവസംഹാര രൂപത്തിൽ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എത്ര ആശങ്കാജനകമാണ് എന്നുള്ളത് നോക്കാം. ഹെലൻ ചുഴലിക്കാറ്റിന്റെ അപ്ഡേറ്റ് വിവരങ്ങളിലേക്കാണ് നമ്മൾ വളരെ വേഗത്തിൽ പോകുന്നത്. ഫ്ലോറിഡ ബിഗ് ബെൻഡ് പ്രദേശത്ത് കാറ്റ് കരതൊട്ടിട്ടുണ്ട്. നേരത്തെ അതിന്റെ മറ്റ് വിവരങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നതാണ്. എന്തായാലും കാറ്റഗറി 4ലേക്ക് മാറിയ ഹെലൻ അതീവ അപകടകാരിയായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ മധു പിള്ളയാണ് ചേരുന്നത്. നമസ്തേ, സ്വാഗതം പുത്തമ്പലരിലേക്ക്. വളരെ വൈകി എന്നറിയാം. എന്താണ് അവിടെ നിന്നുള്ള ഇപ്പോൾ നമുക്ക് നൽകാവുന്ന വിവരങ്ങൾ പ്രേക്ഷകർക്കായി? നമസ്തേ, ഞാനിപ്പോ നിൽക്കുന്നത് ഫ്ലോറിഡ സംസ്ഥാനത്ത് ഗെയിൻസ്വിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് നമ്മുടെ കൊടുങ്കാറ്റ് സഞ്ചരിക്കുന്ന പാതയിൽ നിന്നും വളരെ ദൂരമില്ലാത്ത ഒരു സ്ഥലത്താണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ സമയം 10:15 കഴിഞ്ഞു, രാത്രി 10:15 കഴിഞ്ഞു. കാറ്റും മഴയും വളരെ ശക്തമായിട്ടുണ്ട് ഇവിടെ. ഇത് ലാൻഡ് ഫോൾ ചെയ്യുന്ന ഏകദേശം 10:30-11 മണിയോടെ ടലഹാസി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഈ നമ്മൾ ഈ പറയുന്ന ബിഗ് ബെൻഡ് ഏരിയയിൽ ടലഹാസി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലാൻഡ് ഫോൾ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഇത് വളരെ ശക്തി പ്രാപിക്കും. ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ പറ്റുന്ന ഒരു കൊടുങ്കാറ്റാണിത്. ഈ പറയുന്ന അതിന്റെ സ്പീഡ് വളരെ കിലോമീറ്റർ വേഗതയിൽ
ആണ് ഈ കാറ്റ് സഞ്ചരിക്കുന്നത്. അപ്പൊ നമുക്ക് ഉദ്ദേശിക്കാം അത് വന്ന് ലാൻഡ്ഫോൾ ചെയ്യുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നാശനഷ്ടങ്ങൾ. അതുപോലെ തന്നെ ഈ വെസ്റ്റ് കോസ്റ്റൽ ഏരിയയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ വിതയ്ക്കാൻ പാകത്തിലുള്ള ഒരു കൊടുങ്കാറ്റാണത്. പഴയ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടായ കൊടുങ്കാറ്റിന് 115 ഒരു 120 കിലോമീറ്റർ സ്പീഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് 150-200 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്ന കൊടുങ്കാറ്റായിട്ടാണ് നിൽക്കുന്നത്. ഒരുപാട് നാശനഷ്ടങ്ങൾ, പ്രത്യേകിച്ച് ഗെയിൻസ്വില്ലിൽ തന്നെ എല്ലാവരും വളരെ ജാഗ്രതയോടെ ഇരിക്കുകയാണ്. മിക്കവാറും സ്ഥാപനങ്ങളെല്ലാം നേരത്തെ തന്നെ അടച്ചു. ഇന്ന് ഗവൺമെന്റ് സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളും പല ഓഫീസും സ്കൂളുകളും എല്ലാം നേരത്തെ അവധിയിലാണ്. നാളെയും അവർ അവധി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം പല ഗ്യാസോലിൻ സ്റ്റേഷൻസ് ആയിക്കോട്ടെ, ഗ്രോസറി സ്റ്റോറുകളായിക്കോട്ടെ എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇതിന്റെ എഫക്റ്റ് കുറച്ചുകൂടെ മുന്നോട്ട് നിൽക്കും. കാറ്റ് കൂടും, മഴ കൂടും, ഇവിടെ വെള്ളക്കെട്ടുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഗെയിൻസ്വില്ലിൽ തന്നെ. ശ്രീ മധുപിള്ള, പോകുന്നതിന് മുമ്പ് സമയം കുറവാണ് എന്നറിയാം. ഒരു ക്ലാരിറ്റി വരുത്തുന്നതിനായിട്ട് ഈ ചുഴലിക്കാറ്റ് സൈക്ലോൺ ഹെലൻ കര തൊട്ടു എന്നുള്ള സൂചനകൾ ഒരു ഭാഗത്തു നിന്ന് വരുന്നു. അങ്ങ് പറഞ്ഞനുസരിച്ചാണെങ്കിൽ അല്പം കൂടി കഴിഞ്ഞാണ് ഇത് പറയുന്നത്. അപ്പൊ തീരപ്രദേശത്ത് എത്തി, പക്ഷെ ഐ ഓഫ് ദ സ്റ്റോം, അതല്ലെങ്കിൽ ചുഴലിക്കാറ്റിന്റെ കണ്ണ് സർവ്വശക്തിയോടും കൂടി, അതിന്റെ പരമാവധി ശക്തിയോടും കൂടി ആഞ്ഞടിക്കാൻ പോവുകയാണ് എന്നല്ലേ മനസ്സിലാക്കിയത്? എക്സാക്ട്ലി അങ്ങനെ തന്നെയാണ്. ഇപ്പം ഓൾമോസ്റ്റ് അതിന്റെ തീരത്തോട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ ആക്ച്വൽ എക്സാക്ട് അതിന്റെ ഒരു ലാൻഡ്ഫോൾ എന്ന് പറയുന്നത് ഇപ്പം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം താങ്കൾ പറഞ്ഞ പോലെ അതാണ് അതിന്റെ വാസ്തവം. ശരി, വളരെയധികം റിസ്ക് എടുത്താണ് ജനൻ ടി വി പ്രേക്ഷകർക്കായിട്ട് അങ്ങ് ഇപ്പോൾ പുറത്തിറങ്ങി നിൽക്കുന്നത് അറിയാം. സ്റ്റേ സേഫ് എന്നുള്ളൊരു സന്ദേശമാണ് നൽകാനുള്ളത്. ഒപ്പം തന്നെ സുരക്ഷിതനായി ഇരുന്നു കൊണ്ട് പരമാവധി വിവരങ്ങൾ, പരമാവധി ദൃശ്യങ്ങൾ ജനൻ ടി വി പ്രേക്ഷകർക്കായി എത്തിക്കുക. ഒരുപക്ഷെ ജനൻ ടി വിക്ക് മാത്രം കഴിയുന്ന ഒന്നാണ് ഇന്ന് രാവിലെ നമ്മൾ കണ്ടത്. 2 പേർ ഫ്ലോറിഡയിൽ നിന്ന് തത്സമയം ചേരുന്നു. ജയരാജ് ലാക്കാട്ടൂറും ഇപ്പോൾ മധുപിള്ളയും. അപ്പോൾ ഈ രാത്രി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്രയുണ്ടായിരുന്നു നമുക്കറിയാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ പ്രതീക്ഷിക്കുന്നു, കൂടുതൽ ദൃശ്യങ്ങളും. വളരെയധികം നന്ദി. വൺസ് അഗെയിൻ സ്റ്റേ സേഫ്. നന്ദി, നമസ്കാരം. ശരി, നമുക്ക് മറ്റൊരു അന്തർദേശീയ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. US-ഉം ഫ്രാൻസും വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. ഇസ്രായേൽ, ഹിസ്ബുള്ള അല്ലെങ്കിൽ ലെബനൻ, ഇസ്രായേൽ ഹിസ്ബുള്ള എന്ന് തന്നെ പറയണം. ലെബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദ ഭീകരവാദ സംഘടനയായ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തിയ ആക്രമണമല്ല, തിരിച്ചടി. ഓക്കെ, തീർച്ചയായും. എന്തായാലും ഈ നിർദ്ദേശം ഇപ്പോൾ ഇസ്രായേൽ തള്ളിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഇതിന് വ്യക്തമായ ഒരു എക്സ്പ്ലനേഷൻ നൽകിയിരുന്നു. കാരണം ഹിസ്ബുള്ളയുടെ ഭീകരവാദത്തിനെതിരായ പോരാട്ടം ശക്തമാക്കും, അതുതന്നെയാണ് ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത നയം എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും ഇതേ സന്ദേശം വീണ്ടും പ്രതിരോധ സേനയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. ഇന്നലെ നടന്ന ആക്രമണത്തിൽ 92 പേർ കൊല്ലപ്പെട്ടതായാണ് ലബനനിൽ നിന്നും സ്ഥിരീകരിക്കുന്ന വിവരം. അതായത് ഹിസ്ബുള്ള ഭീകരവാദ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന ആക്രമണത്തിൽ. ബെയ്റൂട്ടിൽ ആക്രമണം നടന്നിരുന്നു. അതിൽ ഹിസ്ബുള്ള ഭീകരൻ മുഹമ്മദ് സുറൂർ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ഐസൻ ജോസ് ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഐസൻ, ഗുഡ് മോർണിംഗ്. ഈ വാർത്തയുടെ അപ്ഡേഷൻസ് ആണ് നമുക്ക് ആവശ്യം. എന്തായാലും ഇസ്രായേൽ ഈ ഭീകരവാദം അല്ലെങ്കിൽ ഹിസ്ബുള്ള ഭീകരവാദത്തിൻ്റെ വേരറുക്കാതെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നയം ആവർത്തിക്കുകയാണ്, അത് പ്രായോഗികമാക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും മനു, ഈ ഹിസ്ബുള്ളയുടെയും അതുപോലെ തന്നെ ഹമാസിൻ്റെയും ആ പരിസരത്തുള്ള ഭീകര സംഘടനകളുടെ ഒന്നും തന്നെ നിലനിൽപ്പ് ആ രാജ്യത്തിനും അതുപോലെ തന്നെ മേഖലയിലും സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്നു എന്നൊരു യാഥാർത്ഥ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അതിൽ ഇപ്പോൾ ഏറെ പ്രാധാന്യത്തോടെ പറയുന്നത് ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണങ്ങൾ ശക്തമാക്കുമെന്ന് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച് മറ്റു വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നത്. ആന്റണി ബ്ലിങ്കൻ ഒരു കൂടിക്കാഴ്ചയിൽ, അല്പസമയം മുമ്പ് നടന്ന കൂടിക്കാഴ്ചയിൽ, സ്ട്രാറ്റജിക് അഫയേഴ്സ് മിനിസ്റ്ററുമായി നടന്ന കൂടിക്കാഴ്ചയിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു ഈ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന്. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹു അത് പൂർണ്ണമായി തള്ളുകയായിരുന്നു. ഫ്രാൻസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ആ ഒരു സമ്മർദ്ദവും അദ്ദേഹം പൂർണ്ണമായി തള്ളുകയാണ്. കാരണം ഹിസ്ബുള്ളയെ ഇങ്ങനെ വഴിക്ക് വിട്ടാൽ, അല്ലെങ്കിൽ അവരെ അല്പമെങ്കിലും സ്വതന്ത്രരായി വിടാനുള്ളൊരു നീക്കം വെടിനിർത്തലിലൂടെ നടപ്പിലായാൽ ശക്തമായ തിരിച്ചടി അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും അത് വലിയ തോതിൽ റീഓർഗനൈസ് ചെയ്യുന്നതിനും, അതായത് ഹിസ്ബുള്ളയെ വീണ്ടും അവരുടെ സംവിധാനങ്ങൾ, ഭീകരവാദ സംവിധാനങ്ങളെല്ലാം തന്നെ വീണ്ടും ശക്തിപ്പെടുത്തുന്നതിനും മാത്രമേ പ്രയോജനം ചെയ്യൂ എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്.
പറയുന്നത്, ലെബനനിലെ തന്നെ വലിയൊരു വിഭാഗം ജനങ്ങൾ പറയുന്നത് ലെബനനെ ഹിസ്ബുള്ളയിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ആവശ്യം പോലും ലെബനനിലെ സാധാരണ മനുഷ്യർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിനും അത് വലിയ ഭീഷണിയായി വളരുമെന്നൊരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ വിട്ടുവീഴ്ചയില്ലാത്ത സൈനിക നടപടി ഉണ്ടാകുമെന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു തുടരുന്നത്. ഇത് സംബന്ധിച്ച് ഇന്നലെ ചില വാർത്തകൾ, അതായത് നെതന്യാഹു ഈ വെടിനിർത്തലിന് അനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിച്ചു എന്ന വാർത്തകളെല്ലാം പുറത്തു വന്നതിനെ അപ്പാടെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് തള്ളിക്കൊണ്ടുള്ള പ്രസ്താവനയും പുറത്തു വന്നു. എന്നാൽ നിലവിലെ സാഹചര്യം അനുസരിച്ച് വീണ്ടും വെടിനിർത്തൽ വേണം എന്നൊരാവശ്യം അമേരിക്കയും അതുപോലെ തന്നെ ഫ്രാൻസും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനെ അവർ പറയുന്ന ഒരു കാര്യമെന്നുള്ളത് ഈ ലെബനനിലെ തന്നെ ഇത്തരത്തിൽ നിഷ്കാസിതരായി പോയ നിരവധി മനുഷ്യരെ അതാത് മേഖലകളിലേക്ക് തിരിച്ചെത്തുന്നതിന് അത് പ്രതികൂലമായി ഭവിക്കുമെന്നാണ്. എന്നാൽ അതുമാത്രമല്ല, സാധാരണ മനുഷ്യരെ ബാധിക്കുന്നൊരു വിഷയമെന്ന രീതിയിൽ ഇതിനെ അഭിസംബോധന ചെയ്താൽ ഹിസ്ബുള്ള അതിഭീകരമായി തിരിച്ചടിക്കുമെന്ന ഒരു നിലപാടുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത്തരത്തിൽ റീഓർഗനൈസ് ചെയ്യപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ ആക്രമണത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് കർശനമായി തുടരുകയാണ് ഇസ്രായേൽ. നേരത്തെ അനു പറഞ്ഞതുപോലെ ചില വിവരങ്ങളും പുറത്തു വരുന്നത് 92 പേർ മരിച്ചു എന്ന് ലെബനൻ തന്നെ ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു. മാത്രമല്ല, ശക്തമായ ആക്രമണം പലയിടങ്ങളിലും നടക്കുന്നു എന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അത്തരത്തിലുള്ള ശക്തമായ ആക്രമണം നടത്തി ഹിസ്ബുള്ള എന്ന് പറയുന്ന സംവിധാനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ ആ രാജ്യത്തിന്, അതായത് ലെബനനും സുരക്ഷയില്ല, ഇസ്രായേലിനും സുരക്ഷയില്ല, മേഖലയിലും അരക്ഷിതാവസ്ഥ ഉണ്ടാകുമെന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായ ആക്രമണത്തിലേക്ക് തന്നെ ഇസ്രായേൽ പോകുമെന്ന നിലപാട് വളരെ കൃത്യമായി ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. തുടർന്നും ആക്രമണങ്ങളിലേക്ക് തന്നെ നീങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടയിലാണ് മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നത്. ഡ്രോൺ വിഭാഗം, അതായത് ഡ്രോണുകൾ വഴി ആയുധങ്ങൾ വർഷിക്കുന്ന അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ വർഷിക്കുന്ന ആ ഒരു സൈനിക വിഭാഗത്തിൻ്റെ മേധാവി മുഹമ്മദ് സുരൂർ വധിക്കപ്പെട്ടു എന്ന വിവരവും ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ ആക്രമണം ഹിസ്ബുള്ളയ്ക്കെതിരെ ശക്തമാക്കുന്നുണ്ട് ഇസ്രായേൽ എന്നതിനെ നിരവധി തെളിവുകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അനു, ഐസൻ, ഇക്കാര്യത്തിൽ ഒരു കാര്യം വളരെ ശ്രദ്ധേയമായി തോന്നിയത് UN അസംബ്ലി, ജനറൽ അസംബ്ലി കൂടി അല്ലെങ്കിൽ സെക്യൂരിറ്റി കൗൺസിലൊക്കെ കൂടിയ ശേഷം യുദ്ധം നിർത്തണം, ഇസ്രയേൽ ഇതിൽ നിന്ന് പിന്മാറണം എന്നൊക്കെ ഔപചാരികമായി ആവശ്യപ്പെട്ടു എന്നുള്ളതൊരു ഭാഗത്ത്, US-ഉം ഫ്രാൻസും വെടിനിർത്തൽ നിർദ്ദേശവുമായി മുന്നോട്ട് വന്നു എന്നുള്ളത് മറുഭാഗത്ത്. പക്ഷേ ആ സമയത്ത് പോലും UN-ലെ ഇസ്രയേൽ പ്രതിനിധി വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾക്കാരുടെയും ഔദാര്യം വേണ്ട എന്ന്, ഞങ്ങൾക്കാരുടെയും സൗമനസ്യവും വേണ്ട, സൗജന്യവും വേണ്ട, ഞങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങളത് ചെയ്യുക തന്നെ ചെയ്യും. 2, പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു 2 ദിവസങ്ങളിലായി പറയുന്ന കാര്യങ്ങൾ. 1, ലെബനനോട് ഞങ്ങളുടെ യുദ്ധം ലെബനനോടല്ല, ലെബനനിലെ ജനങ്ങളോടല്ല, ലെബനൻ ജനതയോടല്ല, ലെബനനിലെ സമൂഹത്തോടല്ല. ഞങ്ങളുടെ യുദ്ധം, ഞങ്ങളുടെ പോരാട്ടം തീവ്രവാദികളോടാണ്. ലെബനൻ കേന്ദ്രീകരിച്ച് ഇസ്രയേലിൻ്റെ സമാധാനം കെടുത്തുന്ന, ഇസ്രയേലിൽ നാശം വിതയ്ക്കുന്ന ഭീകരവാദികൾക്കെതിരെയാണ് ഈ പോരാട്ടം എന്നുള്ളത്. ഒരുപക്ഷെ ഈ പോരാട്ടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. കാരണം ഈ തെക്കൻ ലെബനനിൽ നിന്ന് പ്രദേശവാസികളോട്, സാധാരണക്കാരോട് ഒഴിഞ്ഞു പോകാൻ അദ്ദേഹം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു എന്നതും വ്യക്തമായി. നിങ്ങൾ ഒഴിഞ്ഞു പോകണം, ഇവിടം സുരക്ഷിതമല്ല, ഇവിടെ ഞങ്ങളുടെ ആക്ഷൻ പൂർത്തിയായ ശേഷം നിങ്ങൾക്ക് ഇവിടേക്ക് മടങ്ങി വരാം എന്ന് പറയുന്നു. അതായത് വളരെ സുതാര്യം, വളരെ നേരിട്ട്, വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു. അപ്പോൾ ഇസ്രയേലിൻ്റെ ഒരു നിശ്ചയദാർഢ്യം ഇക്കാര്യത്തിൽ വ്യക്തമല്ല. ഐസൻ, പെട്ടെന്ന് കാര്യം നമുക്ക് തലക്കെട്ടുകളിലേക്ക് പോകേണ്ടതാണ് ഇതിന് ശേഷം. തീർച്ചയായും ഇസ്രായേലിൻ്റെ നിശ്ചയദാർഢ്യം നേരത്തെ തന്നെ, അതായത് ഇപ്പോൾ ഒരു വർഷമാകാനിരിക്കുന്നു ഹമാസിൻ്റെ ആക്രമണത്തിൽ, അതുപോലെ തന്നെ ഹൂതി വിമതരുടെ ആക്രമണത്തിൽ, അതുപോലെ തന്നെ കർശനമായൊരു നിലപാടാണ് ഹിസ്ബുള്ളയോടും ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സിനോടും ഇസ്രായേൽ സ്വീകരിക്കുന്നത്. ആ തീരുമാനം ആ മേഖലയിൽ, അതായത് ഇസ്രായേലിന് ചുറ്റുമുള്ള ഇത്തരത്തിലുള്ള ഭീകര സംഘടനകളെ കണിശമായി നിയന്ത്രിക്കാതെ ആ മേഖലയിൽ ശാശ്വത സമാധാനം ലഭ്യമാകില്ല, അല്ലെങ്കിൽ ഉറപ്പാക്കാൻ സാധിക്കില്ല എന്ന നിലപാട് വർഷങ്ങളായി ഇസ്രായേൽ പറയുന്നതാണ്. അതിൻ്റെ ആ ഒരു പ്രതിഫലനം തന്നെയാണ് നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ ഈ ഇസ്രായേലിൻ്റെ സ്ഥാനപതി, UN-ലെ സ്ഥാനപതി വളരെ കൃത്യമായ നിലപാട് അറിയിക്കുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാട് ഇതിൽ സ്വീകരിക്കണമെന്നതിനെ കൃത്യമായൊരു ന്യായത്തിൻ്റെ വശവും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്നൊരു വിഷയമാണ്, തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയും സ്വത്തിൻ്റെ സുരക്ഷയും ബാധിക്കുന്ന വിഷയമായതിനാൽ തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഹിസ്ബുള്ളയ്ക്കും അതുപോലെ തന്നെ പരിസര പ്രദേശത്തുള്ള മറ്റു ഭീകര സംഘടനകൾക്കും, ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സസും അതുപോലെ തന്നെ ഹൂതി വിമതരും ഹമാസും എല്ലാവരെയും ഒഴിവാക്കേണ്ടത് ഈ കാര്യത്തിൽ, ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറകളോട് ചെയ്യേണ്ട നീതിയുടെ ഭാഗമാണ് എന്ന നിശ്ചയദാർഢ്യം തന്നെയാണ് ഇസ്രായേൽ പ്രകടിപ്പിക്കുന്നത്. അതാണ് അന്താരാഷ്ട്ര സംഘടനകളിലും കൃത്യമായി പറയുന്നത്, അന്താരാഷ്ട്ര നിലപാടായി ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ശരി ഐസൻ, തുടർന്നുള്ള മണിക്കൂറുകളിൽ ലൈവ് റിപ്പോർട്ടിൽ അടക്കം കൂടുതൽ വിവരങ്ങളുമായി ചേരുക. ഇപ്പോൾ പെട്ടെന്ന് ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം കൃത്യം 8-ന് ഹെഡ്ലൈൻസിന് പിന്നാലെ ഓളപ്പരപ്പിലെ ആവേശവുമായി കൃഷ്ണരാജും സംഘവും ചേരുകയാണ്. ആലപ്പുഴ പുന്നമടക്കായലിനും പരിസരത്തു നിന്ന്
ആലപ്പുഴയിലെ ഓളങ്ങളുമായി നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മുന്നൊരുക്കം, അതല്ലെങ്കിൽ തിരനോട്ടം ഒക്കെ ആയിട്ട് കൃഷ്ണരാജുണ്ട്, അഞ്ജനയുണ്ട്, ഇവിടെ നിന്ന് അരുൺ കൊടുങ്ങൂറുണ്ട്, നിഷയുണ്ട്, പിന്നാലെ പ്രശാന്തും ചേരും. അമ്മയുടെ പിറന്നാൾ വിശേഷങ്ങൾ റിപ്പോർട്ട് ചെയ്ത ശേഷം പ്രശാന്തും അവിടെ എത്തും. വിപുലമായ സജ്ജീകരണങ്ങളാണ് ജനം ടി വി എന്തായാലും നെഹ്റു ട്രോഫി വള്ളംകളി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി ഒരുക്കുന്നത്. അതിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് കാണാം. അങ്ങനെ നാളെ നടക്കാനിരിക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കായി പകിട്ടോടെ പൊന്നുമുട കായൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളും വള്ളംകളി ആവേശത്തിലാണ്. എന്തായാലും ആലപ്പുഴയും കുട്ടനാടും ഒപ്പം കേരളവും ഒക്കെ എന്ന് പറയേണ്ടി വരുന്നു. എന്തായാലും ലോകമെമ്പാടുമുള്ള മലയാളം. അതെ അതെ തീർച്ചയായും. പൊന്നുമുട ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും തത്സമയം ചേരുകയാണ് കൃഷ്ണരാജും ഒപ്പം നിഷ ദിലീപും. ആദ്യം കൃഷ്ണരാജിലേക്ക്. കൃഷ്ണരാജ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മുതൽ നമ്മുടെ പ്രേക്ഷകരും പറയുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് വെൽക്കം ചെയ്തിരിക്കുന്നത് കൃഷ്ണരാജിനെ. കൃഷ്ണരാജിനും സംഘത്തിനും കൃഷ്ണരാജിനും ടീമിനും ഒക്കെ പലവട്ടം ആശംസ നേർന്നിട്ടുണ്ട്. കൃഷ്ണരാജ്, എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു വിചാരം, ആവേശം പ്രേക്ഷകർക്കായി? സ്വാഗതം പുത്തൻപുലരിയിലേക്ക് ആലപ്പുഴയിൽ നിന്ന്. ശരി, ഗുഡ് മോർണിംഗ് പ്രദീപ് പിള്ള, അനു. ഏതായാലും മത്സരം നാളെയാണ്, പക്ഷെ ഉത്സവം ഇന്നേ തുടങ്ങിക്കഴിഞ്ഞു. എനിക്ക് പിന്നിലാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, എനിക്ക് മുന്നിൽ ഫിനിഷിംഗ് പോയിന്റും. ഏതായാലും ആലപ്പുഴ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആഘോഷത്തിലാണ്, ആവേശത്തിലാണ്, ആമോദത്തിലാണ്, ഒരു സംശയവുമില്ല. വഞ്ചിപ്പാട്ടിൻ്റെ ഈണം പലയിടത്തും മുഴങ്ങുന്നുണ്ട്. തുഴച്ചിലുകാരുടെ ആവേശം പലയിടത്തും പ്രകടമാണ്. പക്ഷെ തുഴച്ചിലുകാരെ ഇന്ന് കിട്ടുക വലിയ പ്രയാസമാണ്. കാരണം വലിയ ചിട്ടവട്ടങ്ങളോടെയാണ് അവർ ഇതൊക്കെയും അനുഷ്ഠിച്ചു വരുന്നത്. നാളേക്കായി കരുത്തു സംഭരിക്കുന്ന ദിവസമാണിന്ന്. ഏതായാലും ഉത്സവ പ്രതീതിയിലാണ് ആലപ്പുഴ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പുന്നമടക്കായലിൻ്റെ ഓളപ്പരപ്പിൽ നാളെ എത്രമാത്രം ആവേശം അലയടിക്കും എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പക്ഷേ വലിയ ആഘോഷത്തിനിടെയും ആലപ്പുഴയ്ക്ക് വള്ളംകളിയുടെ ചരിത്രം നമുക്ക് മുന്നിലേക്ക് പറയാനുണ്ട്. നാളെ 19 ചുണ്ടൻ വള്ളങ്ങളാണ് ഈ ഓളപ്പരപ്പിൽ ആവേശത്തിൻ്റെ അലകൾ തീർക്കുക. 74 വള്ളങ്ങൾ, ചെറുവള്ളങ്ങൾ അടക്കം 74 വള്ളങ്ങൾ ആ പോരാട്ടത്തിനിറങ്ങും. രാവിലെ 10-11 മണിയോടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് ഉദ്ഘാടനം. അത് കഴിഞ്ഞാകും ചെറുവള്ളങ്ങളുടെ ഫൈനൽ പോരാട്ടവും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സും ഫൈനൽ പോരാട്ടവും നടക്കുക. ഏതായാലും ആലപ്പുഴ അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളിന്ന് രാവിലെ നമ്മുടെ പ്രേക്ഷകർക്കായി വഞ്ചിപ്പാട്ടടക്കമുള്ള ആഘോഷങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എനിക്കൊപ്പം നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ. നിഷ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആലപ്പുഴയുടെ ഓളത്തിനൊപ്പം സജീവമായി നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഒരുക്കം? കൃഷ്ണരാജ്, പുന്നമടക്കായൽ കണ്ടോ? പിന്നെ ഈ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലവും നാളെ ഇവിടെ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല സ്ഥിതി എന്ന് പറയുന്നത്. നാളെ ഇവിടെ സൂചി കുത്താൻ ഇടമില്ലാത്ത അവസ്ഥയായിരിക്കും. ഈ സമയം മുതൽ തന്നെ കാണികളും ഒപ്പം തന്നെ ഈ കുട്ടനാട്ടിലെ ഏറ്റവും വലിയൊരു ആഘോഷമാണ് ഈ വള്ളംകളി എന്ന് പറയുന്നത്. നമുക്ക് ഈ കുട്ടനാട്ടിൽ ഓണത്തെക്കാളും മറ്റേത് ആഘോഷങ്ങളെക്കാളും കുട്ടനാട്ടുകാർക്ക് പ്രധാനമാണ് വള്ളംകളി. അതുകൊണ്ട് തന്നെ എവിടെയുള്ള കുട്ടനാട്ടുകാരും ഈ സമയത്ത് ഇങ്ങോട്ടെത്തും. എവിടെയുള്ള മലയാളികളും എവിടെയുള്ള ജലോത്സവ പ്രേമികളും ഇങ്ങോട്ടേക്ക് എത്തും, ഈ നാട്ടിലേക്ക് എത്തും. ബന്ധുക്കളായാലും അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയ ആളുകളായാലും ഈ സമയത്താണ് എത്തുന്നത്. നമുക്കറിയാം, സാധാരണ ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് കുട്ടനാട്ടിൽ ഈ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുക. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ഈ 2017 ശേഷം ഈ വള്ളംകളി പലതവണ മാറ്റിവെച്ച് പിന്നീട് ഒരു തീയതി തീരുമാനിച്ചാൽ പോലും യാതൊരു തരത്തിലുള്ള ആവേശവും കുട്ടനാട്ടുകാർക്ക് അവസാനിക്കുന്നില്ല. ഏത് സമയത്ത് വള്ളംകളി വെച്ചാലും അപ്പോഴൊക്കെ വളരെ സജീവമായിരിക്കും, വളരെ ആവേശമായിരിക്കും കുട്ടനാടിന്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഈ വയനാട് ദുരന്തത്തെ തുടർന്ന് മാറ്റിവെച്ചെങ്കിൽ പോലും കുട്ടനാട്ടുകാരുടെ ശക്തമായ ആവശ്യത്തെ തുടർന്ന് തന്നെയാണ് ഈ വള്ളംകളി വീണ്ടും ഇങ്ങനെ ഒരു തീയതിയിലേക്ക് മാറ്റിവെച്ചത്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് കുട്ടനാടും ജലോത്സവ പ്രേമികളും ലോകമെമ്പാടുമുള്ള മലയാളികളും എന്ന് തന്നെ നമുക്ക് പറയാം. ആലപ്പുഴയ്ക്ക് ഒരു താളമുണ്ട്, അത് വഞ്ചിപ്പാട്ടിന്റെ താളമാണ്. ആലപ്പുഴക്കാർക്ക് പൊതുവെ ഒരു ആവേശമുണ്ട്, അത് തുഴച്ചിലേറിന്റെ ആവേശമാണ്. ഈ താളമാണ് നാളെ ഓളമാകാൻ പോകുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ കുട്ടനാട് വള്ളംകളി എന്നൊക്കെ പറയുമ്പോൾ അതിനോട് കൂട്ടി നമ്മൾ പറയേണ്ട ഒന്നാണ് വഞ്ചിപ്പാട്ട്. വഞ്ചിപ്പാട്ടിന്റെ ഒരു താളത്തിൽ തന്നെയാണ് വള്ളംകളി പോകുന്നത്, കുട്ടനാടിലെ ജീവിതം തന്നെ പോകുന്നതെന്ന് പറയാം. ഇന്നിപ്പോ നമുക്കൊപ്പം വേറെ കുറച്ച് ചേച്ചിമാരും കൂടെ ഉണ്ട്. അവരുടെയൊക്കെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകണം. വഞ്ചിപ്പാട്ട് ടീമാണ് നമുക്കൊപ്പം ചേരുന്നത്. നമുക്ക് അവരോട് തന്നെ അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ചേച്ചി, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്?
ഞങ്ങൾ കൈനഗരി. എന്താ നിങ്ങളുടെ ടീമിന്റെ പേര്? കലാക്ഷേത്ര വഞ്ചിപ്പാട്ട് സംഘം. ഈ നമ്മുടെ ഈ കുട്ടനാടൻ വഞ്ചിപ്പാട്ട് രീതിയും ഒപ്പം തന്നെ ആറന്മുളയും തമ്മിലൊക്കെ വളരെ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇടിയനൊക്കെ ഉണ്ട്. കൃഷ്ണരാജ് കണ്ടിട്ടുണ്ടോ? ഇടിയൻ കണ്ടിട്ടുണ്ടോ? ഇവരുടെ കയ്യിലിരിക്കുന്ന ഇതാണ് ഇടിയൻ എന്ന് പറയുന്നത്. ഈ ഇടിയനിലൊക്കെ ഇടിച്ച് താളം പിടിച്ചിട്ടാണ് ഈ കുട്ടനാടൻ രീതിയിലുള്ള ഒരു വഞ്ചിപ്പാട്ട് പാടുന്നത് അല്ലേ? കുട്ടനാട് ശൈലിയിൽ വഞ്ചിപ്പാട്ട് ഇടിത്താളമായിട്ട് വേണം പാടാൻ പറ്റും. ആറന്മുള ശൈലി എന്ന് പറയുമ്പം കൈയടിച്ച് കൈത്താളത്തിൽ പാടുന്നതാണ്. ആ പാട്ടിന്റെ രീതിയും വേറെ രീതിയാണ്. നമുക്ക് കുട്ടനാടൻ ശൈലിയിലുള്ള ഇടിയനൊക്കെ വെച്ചിട്ടുള്ള ഒരു വഞ്ചിപ്പാട്ടിലേക്ക് പോകാം അല്ലേ? നമുക്കിപ്പം ഇവർ അവതരിപ്പിക്കുന്ന ഒരു വഞ്ചിപ്പാട്ടിലേക്ക് പോകാം. വഞ്ചിപ്പാട്ടില്ലാതെ കുട്ടനാടില്ല, വള്ളംകളിയില്ല. തുടങ്ങാം നമുക്ക്. ഓക്കെ. തമ്പൂരാനത്രയും 7 2
വിശേഷങ്ങളൊക്കെ ചോദിക്കാം. കാരണം ഇത് കഠിനാധ്വാനത്തിൻ്റെ കൂടി ഒരു പ്രതിഫലനമാണ്. എത്ര നേരമാണ് ഇങ്ങനെ വായുവിൽ തുഴയെറിഞ്ഞ് അവർ ആവേശത്തോടെ ആ വഞ്ചിപ്പാട്ട് നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചെന്ന് നോക്കാം. ഓമന ചേച്ചി, എത്ര നാളത്തെ തയ്യാറെടുപ്പുണ്ട്? ഇത് നമുക്ക് വഞ്ചിപ്പാട്ട് നേരത്തോടുള്ള കാര്യമാണോ സാർ ചോദിക്കുന്നത്? ഇത് ഞങ്ങൾ പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ തലേദിവസം വിളിച്ച് പറയുന്നതുകൊണ്ട് വന്ന് പാടുന്നു. പാട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ജീവിതത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കലയാണിത്. ഞങ്ങൾ സമ്മതിക്കത്തില്ല. ശരി, അപ്പൊ ഈ നിങ്ങളെല്ലാവരും മറ്റു ജോലികൾ ചെയ്യുന്നവരാ. എല്ലാവരും വീട്ടമ്മമാരുണ്ട്, അല്ലാതെ ജോലിക്ക് പോകുന്നവരുണ്ട്, പാടത്ത് പണിക്ക് പോകുന്നവരുണ്ട്, തൊഴിലുറപ്പിന് പോകുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ കൃഷി, വഞ്ചിപ്പാട്ട്, വള്ളംകളി ഇതൊക്കെ നമ്മുടെ ആലപ്പുഴയുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇതെല്ലായിടത്തും നിങ്ങളുണ്ട്? ഉണ്ട്. മത്സരവേദിയിലെല്ലാം ഉണ്ട്. സ്റ്റേജ് പ്രോഗ്രാമിന് ആരെങ്കിലും വിളിച്ച് അതിന് പോകും. സാധാരണ നമുക്ക് ഈ ജലോത്സവത്തോടനുബന്ധിച്ച് വഞ്ചിപ്പാട്ട് മത്സരമൊക്കെ സംഘടിപ്പിച്ചിരുന്നതാണ്. ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചത് കൊണ്ട് തന്നെ വഞ്ചിപ്പാട്ട് മത്സരമൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ജലമേള മാത്രം, അതായത് ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ജലമേളയാണ് നാളെ നടക്കാൻ പോകുന്നത്. ഇവരൊക്കെ സാധാരണ വഞ്ചിപ്പാട്ട് മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണ് അല്ലേ? അതെ, പങ്കെടുക്കുന്നവരാ. അല്ലാതെ വലിയ ഒരു ആവേശം ഉണ്ട്. അതാണ് ചേച്ചി പാടിയപ്പോ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ശബ്ദം വരാതാണ്. അത്ര കണ്ട് ശബ്ദം എടുത്ത് അതിന്റെ ഒരു താളത്തിൽ പാടേണ്ടതാണ് അല്ലേ? അതെ. ഇപ്പൊ ഇത് രാമപുരത്ത് വാര്യർ എഴുതിയ കുചേലവൃത്തം എന്ന വഞ്ചിപ്പാട്ടാണ്. അത് നദോന്നത വൃത്തത്തിലുള്ള പാട്ടാണത്. അത് ശരിക്കും അതിന് താളം ഉണ്ട്. ആദ്യത്തെ വായ്ത്താരി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പകുതി പാടി മുറിച്ചിട്ട് പിന്നെ ബാക്കി 8 താളം, അങ്ങനെയാണ് ഈ പാട്ടിന്റെ ഒരു പോക്ക്. അപ്പൊ നമ്മളത് ശരിക്കും ശ്വാസം എടുത്ത് പാടേണ്ട ഒരു പാട്ടാണ്. അത് പ്രാക്ടീസ് നമ്മൾ എത്ര പാട്ടുകാരാണെങ്കിൽ പോലും പ്രാക്ടീസ് ഇല്ലെങ്കിൽ അതിനകത്ത് നമുക്ക്, അതായത് ഈ നാളെ ഇപ്പൊ നടക്കാൻ പോകുന്ന വള്ളംകളിയിൽ അവരെത്രമാത്രം ഊർജ്ജം ഉപയോഗിക്കുന്നു അത് അത്രയും തന്നെയുണ്ട്. ആ തുഴയുടെ അതേ താളവും അതാണ് ഈ പാട്ട്. ശരി, അപ്പോൾ വളരെ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. കാരണം വഞ്ചിപ്പാട്ടുകാർ, ആലപ്പുഴക്കാരുടെ മുഖമാണ് നമുക്ക് മുന്നിലേക്ക് വന്നത്. കാരണം അവര് എത്രമാത്രം ബുദ്ധിമുട്ടി ആണ് ഈ വഞ്ചിപ്പാട്ട് നമുക്ക് മുന്നിലേക്ക് അതേ താളത്തിൽ അതേ ഓളത്തിൽ എത്തിക്കുന്നത് എന്നോർക്കണം. നമുക്കിപ്പം മറ്റൊരു സംഘം കൂടിയുണ്ട്. എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഉചിതവും കുറച്ചുകൂടെ സ്നേഹവും കൂട്ടായ്മയും കുട്ടനാട് ജനതയാണ്. കുട്ടനാടിന്റെ ജനതയാണ് ഇതിന് ഓളപ്പരപ്പിലേക്ക് വരുന്നത്. പച്ചപ്പ്, വയലേല, എല്ലാം സന്തോഷമാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ ആലപ്പുഴ. പക്ഷെ ആലപ്പുഴയിൽ സംഭവം നടക്കുന്നത് കൊണ്ട് നമ്മൾ ആലപ്പുഴ എന്ന് പറയുന്നു. പക്ഷെ കുട്ടനാടാണ് ഇതിന്റെ അതാണ് കുട്ടനാടാണ്. എന്താണ് അതിന് പറയേണ്ടത്? കുട്ടനാട് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. കുട്ടനാട്ടുകാരുടെ ആഘോഷമാണ് വള്ളംകളി. കുട്ടനാട്ടിലുള്ള എവിടെയുള്ള ജലോത്സവ പ്രേമികളെയും പോലെ തന്നെ കുട്ടനാട്ടുകാർ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ആശ്വാസത്തിന്റെ താളം കൂടാണ് വഞ്ചിപ്പാട്ട്. അതാണ് മനോഹരമായിട്ടാണ്. അത് അനുഭവത്തിൽ നിന്ന് പറയുന്ന വാക്കുകളാണ്. അതെ, ഇന്നത്തെ പകൽ കഴിഞ്ഞ് രാവു കഴിഞ്ഞ് നാളെ ഒരു ദിവസം സൂചി കുത്താനിടമില്ലാത്തത്ര വിധം ആവേശം അലയടിക്കുന്ന വള്ളംകളി പോരാട്ടത്തിന് സാക്ഷിയാകുന്ന പുത്തൻ ഇടത്താണ് നമ്മൾ നിൽക്കുന്നത്. പുന്നമടക്കായലിന്റെ ഓരത്താണ്. അവിടെ നമുക്കൊപ്പം അതിഥികളുണ്ട്. നിഷ, ആരാണ് വഞ്ചിപ്പാട്ടുകാർ എന്ന ചോദ്യത്തിന് ഉത്തരം നമ്മൾ ആദ്യ പകുതിയിൽ കണ്ടു. വായുവിൽ തുഴയെറിഞ്ഞ് അധ്വാനിച്ച് അനുഭവങ്ങൾ പങ്കുവെച്ച് ഒരു താളത്തിൽ ഒരു ഓളത്തിൽ പാടി തിമിർക്കുകയായിരുന്നു അല്പം മുമ്പ് നമ്മൾ കണ്ടത്. ഇന്ന് കരയിലെ വള്ളംകളിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. നാളെയാണ് കായലിൽ ആഘോഷം വള്ളംകളി ഉണ്ടാവുക. അടുത്ത ടീം നമുക്കൊപ്പം സജ്ജമാണ്. നിഷ, ഇപ്പൊ നമുക്കിപ്പോ ഉള്ളത് ചെറിയ കുട്ടികളാണ്. ചെറിയ കുട്ടികളാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവർ ഈ വഞ്ചിപ്പാട്ടിലെ പുലികളാണ്. ആലപ്പുഴക്കാര് ജനിക്കുമ്പോ തന്നെ അവർക്ക് ഈ വഞ്ചിപ്പാട്ടിന്റെയും വള്ളംകളിയുടെയും ഒക്കെ താളം ഉണ്ടാവും. പിന്നെ കേട്ട് വളരുന്നതേ അതല്ലേ. അതുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള കാര്യമാണ്. ഇന്നിപ്പോ നമ്മുടെ കൂടെ ചേരുന്നത് അംബേദ്കർ മെമ്മോറിയൽ സ്കൂളിലെ ഒരു കൂട്ടം വഞ്ചിപ്പാട്ട് പാടുന്ന കുട്ടികളാണ്. നിങ്ങൾ ഈ സ്കൂൾ പുന്നപ്ര തന്നെ ഉള്ളതല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പം ഇനി നമുക്ക് ഇവരുടെ ഒരു വഞ്ചിപ്പാട്ട് കൂടി കാണാം. നമസ്കാരം. ശ്രീരാമപുരത്തുകാരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ ഏതാനും വരികളാണ് കുട്ടനാടൻ ശൈലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ത്രിവിക്രമൻ മധുരയ്ക്ക് ചെല്ലും നേരം അഗതിയാം
ശരി, ആലപ്പുഴയുടെ സിരകളിൽ ഒഴുകുന്നത് വഞ്ചിപ്പാട്ടിൻ്റെ താളമാണ്, ഈണമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെ അല്ലെന്ന് മനസ്സിലായി. ഇവരൊക്കെ സ്കൂൾ കുട്ടികളാണ്. നേരത്തെ നമ്മൾ കണ്ടത് മറ്റൊരു തലമുറയാണ്. 2 തലമുറകളുടെ വഞ്ചിപ്പാട്ടിൻ്റെ ഈണമാണ് നമ്മൾ കേട്ടത്. അതായത് ഒന്ന് അനുഭവ സമ്പത്തിൻ്റെ അങ്ങേയറ്റത്ത്, മറ്റൊന്ന് തുടക്കക്കാരാണ്. പക്ഷേ ഇവരൊക്കെ എങ്ങനെയാണ് വഞ്ചിപ്പാട്ടിലേക്ക് പരമ്പരാഗതമായി ഒഴുകിയെത്തുന്നത് എന്നൊരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ വഞ്ചിപ്പാട്ടിലേക്ക് വന്നത്? ഞങ്ങള് കുട്ടനാടുകാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വഞ്ചിപ്പാട്ടെന്ന് പറയുമ്പോൾ കുട്ടനാടുകാരുടെ ഒരു വൈരാഗ്യമായ ഒരു സംഭവമാണ്. ശരിയാണ്, വൈകാരികമായി വഞ്ചിപ്പാട്ടിനെ, വള്ളംകളിയെ, വയലേലകളെ നെഞ്ചിലേറ്റുന്ന, ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് ആലപ്പുഴക്കാർ. ഇനിയും നിഷ, എനിക്ക് തോന്നുന്നു ഇനിയും നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് വിഭവങ്ങൾ. എന്താണ്? അതെ അതെ, ഇപ്പൊ ഈ വഞ്ചിപ്പാട്ടൊക്കെ കേട്ടപ്പോ കൃഷ്ണരാജന് എന്ത് തോന്നുന്നു? ആവശ്യം കൂടിയോ? ലയിച്ചിറങ്ങുകയാണല്ലോ. ഒരുപക്ഷെ നാളെ വള്ളംകളിക്ക് റിപ്പോർട്ട് ചെയ്യണോ, അതിനൊപ്പം ചേർന്ന് ആർപ്പോ വിളിക്കണോ എന്ന സംശയത്തിലാണ് ഇപ്പൊ ഞാൻ. അതാണ്, അങ്ങനെയാണ് കുട്ടനാട്ടിൽ എത്തുന്ന ഓരോരുത്തരും, പുറത്തുനിന്ന് എത്തുന്ന ആളുകൾക്കൊക്കെ ഈ വഞ്ചിപ്പാട്ട് കേൾക്കുമ്പോൾ വളരെ വലിയ ആവേശമാണ്. അവർ കുട്ടനാട്ടുകാരായി മാറുകയാണ്. അപ്പൊ മാത്രമല്ല, ഈ കുട്ടനാട്ടിലെ ആളുകൾ എന്ന് പറയുന്നത് കൃഷിയിടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവർ ഈ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ പാട്ടുകൾ പാടാറുണ്ട്, വഞ്ചിപ്പാട്ട് പാടാറുണ്ട്, നാടൻ പാട്ട് പാടാറുണ്ട്. നമുക്കിപ്പം രാവിലെ ചേർന്നൊരു സംഘം ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പം അവർക്കൊരു നാടൻ പാട്ട് പാടണമെന്നാണ് അവർ പറയുന്നത്. നമുക്ക് അതിലേക്ക് വീണ്ടും ഒന്നുകൂടെ പോകാം. ഓമന ചേച്ചി, നമുക്കിനി ഒരു നാടൻ പാട്ടിലേക്ക് പോകാം അല്ലേ? അതിനെന്താ, നമ്മുടെ നാട്, അതും കുട്ടനാടിനെ പ്രതികരിച്ചുള്ള ഒരു നാടൻ പാട്ട് പാടാം. ഓക്കെ, ഇങ്ങനെ എന്താണ് കുറച്ചുകൂടെ അടുത്തടുത്ത് കൈയടിച്ച് പാടിയാൽ മതി. എന്നെ കാണാവോ മോനെ? കാണാം, തുടങ്ങിക്കോ. തെയ്യത്തിന് എന്തിനും താരം കേട്ടോ, തെയ്യത്തിന് എന്തിനും താരം. തുടങ്ങാം. കൈയടിച്ചുള്ള പാട്ടാണ്. തെയ്യത്തിനും താര തക തെയ്യത്തിനും താര, തെയ്യത്തിനും താര തക തെയ്യത്തിനും താര, തക തെയ്യത്തിനും താര, തെയ്യത്തിനും താര തക തെയ്യത്തിനും താര, തെയ്യത്തിനും താര തക തെയ്യത്തിനും താര, തക തെയ്യത്തിനും താര, തെയ്യത്തിനും താര തക തെയ്യത്തിനും താര, തെയ്യത്തിനും താര തക തെയ്യത്തിനും താര, തക തെയ്യത്തിനും താര, തെയ്യത്തിനും താര തക തെയ്യത്തിനും താര, തെയ്യത്തിനും താര തക തെയ്യത്തിനും താര, തക തെയ്യത്തിനും താര. കകനുണരും മുമ്പേ തക തക തെയ്യത്തിനും താര, പാടത്തു ചെന്നിറങ്ങി തക തക തെയ്യത്തിനും താര, തക തെയ്യത്തിനും താര, തെയ്യത്തിനും താര തക തെയ്യത്തിനും താര, തെയ്യത്തിനും താര തക തെയ്യത്തിനും താര, തക തെയ്യത്തിനും താര. കകനുണരും മുമ്പേ തക തക തെയ്യത്തിനും താര, പാടത്തു ചെന്നിറങ്ങി തക തക തെയ്യത്തിനും താര, തക തെയ്യത്തിനും താര, തെയ്യത്തിനും താര തക തെയ്യത്തിനും താര, തെയ്യത്തിനും താര തക തെയ്യത്തിനും താര, തക തെയ്യത്തിനും താര. മുട്ടളമുണ്ടൊടുത്ത് തക തക തെയ്യത്തിനും താര, മുട്ടപ്പം ചേറി നിന്ന് തക തക തെയ്യത്തിനും താര, തക തെയ്യത്തിനും താര, തെയ്യത്തിനും താര തക തെയ്യത്തിനും താര, തെയ്യത്തിനും താര തക തെയ്യത്തിനും താര, തക തെയ്യത്തിനും താര. മുട്ടളമുണ്ടൊടുത്ത് തക തക തെയ്യത്തിനും താര, മുട്ടപ്പം ചേറി നിന്ന് തക തക തെയ്യത്തിനും താര, തക തെയ്യത്തിനും താര, തെയ്യത്തിനും താര തക തെയ്യത്തിനും താര, തെയ്യത്തിനും താര തക തെയ്യത്തിനും താര, തക തെയ്യത്തിനും താര. ഞറുവലിച്ചു നട്ട തക തക തെയ്യത്തിനും താര, നാടിനു ജീവനിട്ട് തക തക തെയ്യത്തിനും താര, തക തെയ്യത്തിനും താര, തെയ്യത്തിനും താര തക തെയ്യത്തിനും താര, തെയ്യത്തിനും താര തക തെയ്യത്തിനും താര, തക തെയ്യത്തിനും താര. ഞറുവലിച്ചു നട്ട് തക തക തെയ്യത്തിനും താര, നാടിനു ജീവനിട്ട്
മുട്ടേ തക തക തെയ്യത്തിനം ദിനം താര തക തെയ്യത്തിനം ദിനം താര തെയ്യത്തിനം ദിനം താര തക തെയ്യത്തിനം ദിനം താര തെയ്യത്തിനം ദിനം താര തക തെയ്യത്തിനം ദിനം താര തക തെയ്യത്തിനം ദിനം താര കാറ്റിക്കള പറിച്ച് തക തക തെയ്യത്തിനം ദിനം താര കൈവിരൽ തുമ്പു പൊട്ടി തക തക തെയ്യത്തിനം ദിനം താര തക തെയ്യത്തിനം ദിനം താര തെയ്യത്തിനം ദിനം താര തക തെയ്യത്തിനം ദിനം താര തെയ്യത്തിനം ദിനം താര തക തെയ്യത്തിനം ദിനം താര തക തെയ്യത്തിനം ദിനം താര കൈവിരൽ തുമ്പു പൊട്ടി തക തക തെയ്യത്തിനം ദിനം താര ചോര പൊടിക്കുന്നുണ്ട് തക തക തെയ്യത്തിനം ദിനം താര തക തെയ്യത്തിനം ദിനം താര തെയ്യത്തിനം ദിനം താര തക തെയ്യത്തിനം ദിനം താര തെയ്യത്തിനം ദിനം താര തക തെയ്യത്തിനം ദിനം താര തക തെയ്യത്തിനം ദിനം താര ചോര പൊടിക്കുമ്പോഴും തക തക തെയ്യത്തിനം ദിനം താര തോരാതെ പാടി ഞങ്ങൾ തക തക തെയ്യത്തിനം ദിനം താര തക തെയ്യത്തിനം ദിനം താര തെയ്യത്തിനം ദിനം താര തക തെയ്യത്തിനം ദിനം താര തെയ്യത്തിനം ദിനം താര തക തെയ്യത്തിനം ദിനം താര തക തെയ്യത്തിനം ദിനം താര ചോര പൊടിക്കുമ്പോഴും തക തക തെയ്യത്തിനം ദിനം താര തോരാതെ പാടി ഞങ്ങൾ തക തക തെയ്യത്തിനം ദിനം താര തക തെയ്യത്തിനം ദിനം താര തെയ്യത്തിനം ദിനം താര തക തെയ്യത്തിനം ദിനം താര തെയ്യത്തിനം ദിനം താര തക തെയ്യത്തിനം ദിനം താര തക തെയ്യത്തിനം ദിനം താര എത്ര നേരം വേണമെങ്കിലും ഇവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. കാരണം അതിനുള്ള ഊർജം വയലേലകളിൽ നിന്ന് സമാഹരിച്ചിട്ടുണ്ട് ഈ സാധാരണ മനുഷ്യർ എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും പാട്ടങ്ങനെ തുടരും. ഇത് നാടൻ പാട്ടാണോ നാട്ടുപാട്ടാണോ എന്ന് സംശയമുണ്ട്. ഇവരുടെ ജീവിതം, ഇവരുടെ ജോലി ഇതൊക്കെയും ഇഴുകിച്ചേർത്ത് അവരെങ്ങനെ ഒരു പാട്ടായി പാടി നമ്മുടെ മുന്നിൽ ഇഴുകിച്ചേരുകയായിരുന്നു. ഏതായാലും കൃഷ്ണരാജ് പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞ് താഴെ കമന്റുകൾ വരുന്നുണ്ട്. അത് ആരാണ് ചെയ്യുന്നതൊക്കെ എനിക്കറിയാം. പാടുന്നില്ല, പകരം ഒറ്റ വാക്ക് അടിച്ചു കയറി വാ. ഉത്സവം തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. വീണ്ടും ഇടവേള. പുന്നമടക്കായലിൽ നിന്ന് നമുക്ക് ഇനിയും കാണാം. ഇന്നും നാളെയും ഒക്കെയായി പലവട്ടം നമുക്ക് കാണാം. ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് ഈ നേരം വരെയും ഇനി അങ്ങോട്ടുള്ള കുറെ ദിവസങ്ങളിലും സജീവമായി നിൽക്കാൻ പോകുന്ന ഒരു വാർത്തയിലേക്ക്, ഒറ്റ ഒരു വാർത്തയിലേക്കാണ്. PV അൻവർ അഥവാ PV വേഴ്സസ് പിണറായി. PV വേഴ്സസ് PV ആണോ? PV അൻവർ വേഴ്സസ് പിണറായി വിജയൻ. PV വേഴ്സസ് PV എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ എന്തായിരിക്കും ഇനി അടുത്ത നീക്കം എന്നതാണ് അറിയേണ്ടത്. അത് PV അൻവറിന്റെ ഭാഗത്തു നിന്നായാലും CPMന്റെ ഭാഗത്തു നിന്നായാലും മുഖ്യമന്ത്രിയുടെ മറുപടി ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അൻവർ പറയട്ടെ, ഞാനും പറയാനുള്ളത് പറയുമെന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതെ, അതുകൊണ്ട് ഈ ഇന്നലെ വെല്ലുവിളി അൻവർ ഏറ്റെടുത്തു. തീർച്ചയായും വീണ്ടും പറഞ്ഞു, കടത്തി പറഞ്ഞു, കടുപ്പിച്ചു പറഞ്ഞു. എന്നിട്ട് CPM എന്തായാലും ചെയ്യാനുള്ളത് ചെയ്തു തുടങ്ങി. വീട്ടുപടിക്കൽ ഫ്ലെക്സ് സൂക്ഷിച്ചോ എന്ന്. അപ്പോൾ CPM പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഹാർഡ് കോർ അണികൾ അല്ലെങ്കിൽ അണികളെ കൊണ്ട് പലതും ചെയ്യിക്കുന്ന പ്രാദേശിക നേതൃത്വം പണി തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസിൽ നിന്ന് വന്ന് ഇടതു സ്വതന്ത്രനായി ഒരുപക്ഷെ പാർട്ടിയിൽ അരനൂറ്റാണ്ടൊക്കെയായി പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ ലഭിച്ചതിനേക്കാൾ വലിയ സ്വീകാര്യത ലഭിച്ചിരുന്ന ഒരു വ്യക്തിയാണ് PV അൻവർ എന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല, അത് ഇത്തവണത്തെ PV അൻവർ തുടക്കത്തിൽ ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്നു. ഇങ്ങനെ മുഖ്യമന്ത്രിക്കെതിരായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർക്കെതിരായി രൂക്ഷ ആരോപണം ഉന്നയിച്ചപ്പോഴും മറ്റ് ഉള്ളവരെ ട്രീറ്റ് ചെയ്ത പോലെ അല്ല പാർട്ടി അൻവറിനോട് തുടക്കത്തിൽ കാണിച്ചത് എന്നതും കണ്ടതാണ്. അതുകൊണ്ട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ശ്രമിക്കുന്നു. പരസ്യമായി പറയല്ലേ എന്ന് പറയുന്നു. ഇവിടെ വന്ന് പറയൂ. ഇതൊക്കെയല്ലേ കണ്ടത്. എന്തായാലും അൻവറിന് പിന്നിൽ ആര്? അതാണ് ഇനി നമ്മൾ അന്വേഷിക്കേണ്ട സംഗതി. അൻവർ പിണറായി വിജയൻ എന്ന കേരളം കണ്ട ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രി, CPMിലെ അനിഷേധ്യ നേതാവ്, CPMന്റെ സംവിധാനം, പാർട്ടി സെക്രട്ടറി കേന്ദ്രീകൃത സംവിധാനത്തെ അതല്ലാതാക്കി മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിച്ച ആദ്യ നേതാവ്, തിരുവാക്ക് എതിർവായില്ല എന്ന് വിമർശകർ പറയുന്ന നേതാവ്, എണീറ്റ് നിന്ന് അങ്ങ് ചെയ്യുന്നത് ശരിയല്ല എന്ന അഭിപ്രായം സഹിഷ്ണുതയോടെ കേൾക്കാൻ തയ്യാറാകാതെ കടക്ക് പുറത്ത് എന്ന് പറയുന്ന നേതാവ്. ഇതൊക്കെയാണ് ശ്രീ പിണറായി വിജയന്റെ വിശേഷണങ്ങൾ.
ആ പിണറായി വിജയനെ തുറന്ന് വെല്ലുവിളിച്ച് അങ്ങ് കഴിവ് കെട്ടവനാണ് എന്ന് വിളിച്ചു പറയുന്നു. അവിടെ എന്തൊക്കെ കള്ളത്തരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടോ അതെല്ലാം അങ്ങയുടെ അറിവോടെയാണ് എന്ന് വിളിച്ചു പറയുന്നു. മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന എല്ലാവിധ ആരോപണങ്ങളെയും അദ്ദേഹത്തിന്റെ മനസാക്ഷിയായിരുന്ന ശിവശങ്കറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിലടക്കം അത് ആവർത്തിക്കുന്നു. വെല്ലുവിളിക്കുകയാണ് ഈ PV അൻവർ പിണറായി വിജയനെ, CPM അല്ല. നോക്കൂ, ഈ സംശയം ഒരുപക്ഷെ നമുക്ക് മാത്രമല്ല ഉള്ളത്. കാരണം PV അൻവറിന് പിന്നിൽ ആര് എന്നതിനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. പാർട്ടി അന്വേഷണം ആരംഭിച്ചു, ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചു. പക്ഷെ ഇതിൽ ഏത് അന്വേഷണത്തിൽ യഥാർത്ഥ വിവരം കിട്ടും, യഥാർത്ഥ വിവരം ലഭിച്ചാൽ അത് മാധ്യമങ്ങളും ജനങ്ങളും അറിയുമോ? ഒരുപാട് ചോദ്യങ്ങൾ വരുന്നു. ഇപ്പോൾ ശിവദാസ് കന്മനം ചേരുന്നുണ്ട്, ഒപ്പം നമ്മുടെ മറ്റു പ്രതിനിധികളെയും പ്രതീക്ഷിക്കുന്നു. കാര്യം ഇക്കാര്യത്തിൽ വളരെ കടുപ്പിച്ച നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം അൻവർ MLA സ്ഥാനം രാജിവെക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. ജനസമ്മതനാണ്, പറയുമ്പോൾ എല്ലാം പറയണം. കാര്യം ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആളുടെ ക്വാളിറ്റിക്ക് അപ്പുറം ലഭിച്ച വോട്ടാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നിട്ടും അദ്ദേഹം വീണ്ടും ജയിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് വന്ന അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ലഭിച്ചിരുന്ന വോട്ടുകൾ കൊണ്ടുവരുന്നു, ഒപ്പം CPMലെ വോട്ടുകൾ നേടുന്നു, ജയിക്കുന്നു. നിലമ്പൂർ പോലൊരു സ്ഥലത്ത്, കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന നിലമ്പൂരിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ഇടത് MLA ആകുന്നു. താൻ മരിക്കുന്നവർ MLA ആയി തുടരും എന്നുള്ള ആത്മവിശ്വാസമൊക്കെ ഇന്നലെ അൻവറിന്റെ വാക്കുകളിൽ കേട്ടിരുന്നു. എന്തായാലും ജനങ്ങൾ ഇത് എങ്ങനെ എടുക്കും എന്നത് അടുത്ത തെരഞ്ഞെടുപ്പിലൂടെ ഒരുപക്ഷെ നിലമ്പൂർ കാണിച്ചു കൊടുക്കുമായിരിക്കാം. നമുക്ക് അതറിയില്ല, കാത്തിരുന്ന് കാണുകയും നിർവാഹമുള്ളൂ. എന്തായാലും ശിവദാസിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ശിവദാസ് കന്മനം ചർച്ച മുഴുവൻ അൻവർ തന്നെയാണ്, അൻവർ ഉയർത്തിയ വിഷയങ്ങൾ തന്നെയാണ്. അൻവർ പറഞ്ഞതിനോട് യോജിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാർ കേരളത്തിലുണ്ട്. കാരണം അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പിണറായി വിജയനെതിരെയാണ്. പിണറായി വിജയനെതിരെ CPMനുള്ളിൽ തന്നെ അടക്കിപ്പിടിച്ചും CPMന് പുറത്ത് CPIൽ പോലും സാമാന്യം പരസ്യമായും ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വ്യാപകമായും എതിരാളികൾക്കിടയിൽ വളരെ തുറന്ന ചർച്ചയും സാധാരണ രാഷ്ട്രീയ അന്ധത ബാധിച്ചിട്ടില്ലാത്ത സാധാരണക്കാർക്കിടയിൽ വളരെ വ്യക്തമായും ശക്തമായും നിലനിൽക്കുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് PV അൻവർ ഉന്നയിച്ചത്. പക്ഷേ ഉന്നയിച്ചത് PV അൻവർ ആയതുകൊണ്ടാണ് ചോദ്യം ഉയരുന്നത്, അൻവറിനെ കൊണ്ട് ഈ ആക്രമണം നടത്തിക്കുന്നത് ആരാണ്? അൻവർ പെരുമാറുന്നത് വളരെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചാൽ ഒരു കൊട്ടേഷൻ സംഘാംഗത്തെ പോലെയാണ് അൻവർ പെരുമാറുന്നത്. അപ്പോൾ അൻവറിന് കൊട്ടേഷൻ കൊടുത്തത് ആര് എന്നുള്ള ചോദ്യം ഉയരുന്നില്ലേ ശിവദാസ്? തീർച്ചയായും പ്രദീപിള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവറിന് പിന്നിൽ വലിയ ഒരു ശക്തി ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ്. കാരണം അൻവർ ഈ നിലമ്പൂർ ഭാഗത്ത് തന്നെ പ്രവർത്തനം ആരംഭിച്ച അപ്പോൾ മുതൽ തന്നെ അൻവറിനെ സംബന്ധിച്ച് അൻവർ ഒരു ഗുണ്ടാ സംഘത്തിൽ പെട്ട ഒരു വ്യക്തി എന്ന രീതിയിലുള്ള എല്ലാം തന്നെ പ്രചാരണം തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആ രീതിയിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് അൻവർ. അപ്പോൾ അൻവറിന്റെ നിലപാടുകളും പ്രതികരണങ്ങളും തുടർന്നുള്ള പ്രവർത്തനങ്ങളും എല്ലാം തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാകും എന്നത് വ്യക്തമാണ്. കാരണം അൻവറിനെ സംബന്ധിച്ച് അൻവർ ഈ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുൻപ് തന്നെ അൻവർ വലിയൊരു കച്ചവടക്കാരനായിരുന്നു. അനധികൃതമായ നിർമ്മാണങ്ങൾ അടക്കം നടത്തി, അനധികൃതമായ പ്രവർത്തനങ്ങൾ നടത്തി അത്തരത്തിൽ ഒരു കച്ചവടക്കാരനായി വളർന്ന ഒരു വ്യക്തിയാണ് PV അൻവർ. പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു സ്വതന്ത്രനായി ആദ്യം മത്സരിച്ചു. പിന്നീട് ഇടത് സംഘത്തിന്റെ അല്ലെങ്കിൽ CPMന്റെ എല്ലാം സഹകരണത്തോടെ സ്വതന്ത്രനായി മത്സരിച്ച് അദ്ദേഹം ജയിച്ചു. 2 തവണ അത്തരത്തിൽ PV അൻവർ അങ്ങനെ വിജയിച്ചു. നിലമ്പൂരിനെ സംബന്ധിച്ച് വലിയൊരു സ്വാധീനം അണികൾക്കിടയിൽ PV അൻവറിനുണ്ട് എന്നത് വ്യക്തമാണ്. കാരണം നിലമ്പൂർ കോൺഗ്രസിന്റെ ഒരു കോട്ടയാണ്, UDFന്റെ ഒരു കോട്ടയാണ്, മുസ്ലിം ലീഗിലും വളരെ ശക്തിയുള്ള ഒരു കോട്ട കൂടിയാണ് നിലമ്പൂർ മണ്ഡലം. അവിടെ CPMന് വലിയൊരു മേധാവിത്വം നേടിക്കൊടുക്കാൻ അൻവറിന് കഴിഞ്ഞിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ അടക്കം അൻവറിന്റെ ഇടപെടലുകളിൽ അവർക്ക് പഞ്ചായത്തുകൾ ലഭിച്ചു. ചുങ്കത്തറ പഞ്ചായത്ത് അടക്കം അവർക്ക് ലഭിച്ചു. നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഇടതുപക്ഷത്തോടൊപ്പം നിന്നു. അത്തരത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ അൻവറിന് കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ ഒരു ബലത്തിൽ തന്നെയാണ് അൻവർ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ CPMനെതിരെ ആഞ്ഞടിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ. CPMന്റെ അനിഷേധ്യ നേതാവ് കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എതിരാളികൾ പോലും പലപ്പോഴും ബഹുമാനത്തോടെ പറയുന്ന അല്ലെങ്കിൽ ഇത്രത്തോളം മൂർച്ചയോടെയുള്ള വാക്കുകൾ സാധാരണ എതിരാളികൾ പോലും പറയാറില്ല. അൻവർ പറഞ്ഞതുപോലെ അത്തരത്തിൽ ഉള്ള ഒരു നേതാവ് CPMനെ സംബന്ധിച്ച് CPM ചട്ടക്കൂടിനപ്പുറത്തേക്ക് വളർന്ന ഒരു നേതാവ് കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ പിണറായി വിജയനെ ഒരു ഇടത് സ്വതന്ത്ര
MLA കൂടിയായ അൻവർ ഇത്തരത്തിൽ കടന്നാക്രമിക്കുമ്പോൾ അതിന് പിന്നിലുള്ള ഒരു ശക്തി അത് ഏത് എന്ന ചോദ്യം തന്നെയാണ് പൊതുജനങ്ങളും എല്ലാവരും ഉന്നയിക്കുന്നത്. കാരണം അൻവറിനെ സംബന്ധിച്ച് പാർട്ടികളിലുള്ള ഒരു വിഭാഗത്തിന്റെ പിന്തുണ അൻവറിന് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു നേരത്തെ തന്നെ CPM സംബന്ധിച്ച് ഒരു വലിയ രീതിയിലുള്ള ഭിന്നത പാർട്ടിക്കുള്ളിൽ ഉണ്ട്. അത്തരത്തിൽ പിണറായി വിരുദ്ധ പക്ഷത്തിന്റെ ഒരു സപ്പോർട്ട് PV അൻവറിന് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അൻവറിനെ സംബന്ധിച്ച് അൻവറിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക ലോബികൾ അൻവറിന് ഉണ്ട്. അതായത് ഇത്തരം കച്ചവട താല്പര്യങ്ങളെല്ലാം സംരക്ഷിക്കുന്ന ഒരു ലോബികൾ അൻവറിന് സ്വന്തമായിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഘങ്ങളുടെ ഒരു പിന്തുണയുണ്ട്. അത് വളരെ വലിയ ഒരു മാഫിയ സംഘം തന്നെയാണ്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ ഒരിക്കൽ പോലും അൻവർ തള്ളി പറയുന്നില്ല. മാത്രമല്ല സ്വർണ്ണക്കടത്ത് സ്വാഭാവികമായ ഒരു നടപടിയാണ്. അല്ലെങ്കിൽ അത് ആർക്കും സ്വർണം കൊണ്ടുവരാം, അത് ടാക്സ് അടച്ചാൽ മതി, അത്തരത്തിൽ സ്വർണം കൊണ്ടുവരാം എന്ന് പറഞ്ഞു അൻവർ അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ വരെ പുറത്തുവിടുന്നു. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി അതിന്റെ കരിയറുമായി ബന്ധപ്പെട്ട് അവരോട് അഭിമുഖം നടത്തുന്ന ദൃശ്യങ്ങൾ വരെ അൻവർ പുറത്തുവിടുന്നു. അത്തരത്തിൽ പൂർണ്ണമായും സ്വർണ്ണക്കടത്ത് അനുകൂല നിലപാടുകൾ എടുക്കുന്ന ഒരു നടപടികളാണ് അൻവർ കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ നടപടികൾ പോലീസ് കൈക്കൊള്ളുമ്പോൾ ആ പോലീസിനെ തടയിടുക എന്ന ലക്ഷ്യവും അൻവറിന് ഉണ്ട്. പക്ഷേ ശിവദാസിലേക്ക് ഒന്ന് മടങ്ങി വരാം. നമുക്ക് മറ്റൊരു പെർസ്പെക്റ്റീവ് എടുക്കേണ്ടതുണ്ട്. കാര്യം തലസ്ഥാനത്ത് നിന്ന് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഇതുവരെ നടന്ന ചർച്ചകൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയാം. ഇന്നലത്തെ പത്രസമ്മേളനവും അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനവും കേട്ടിട്ടുണ്ടാവും. ഭരണതലത്തിലെ പ്രതികരണങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? തലസ്ഥാനത്തെ പ്രതികരണം എങ്ങനെയാണ്? പാർട്ടി കേന്ദ്രങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? രാഷ്ട്രീയ വൃത്തങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? കാരണം ഒരു സാധാരണക്കാരനെതിരെ ഒരു സാധാരണ ആരോപണമല്ല. കേരള കോൺഗ്രസ്സുകാർ ഗ്രൂപ്പ് തിരിഞ്ഞ് പോരടിക്കുമ്പോൾ നടത്തുന്ന ആരോപണം പോലെയല്ല. PV അൻവർ എന്ന പഴയ മനസാക്ഷി, പിണറായി വിജയൻ എന്ന അനിഷേധ്യ നേതാവിനെതിരെ വ്യക്തിപരമായി അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അഴിമതിയും കള്ളത്തരവും അങ്ങ് അറിഞ്ഞുകൊണ്ട് നടക്കുന്നു. അങ്ങ് കഴിവില്ലാത്തവരാണ്. ആഭ്യന്തര വകുപ്പ് പരാജയം. ചില ഉന്നതർക്ക് മാത്രം എന്തുമാവാം. പാർട്ടിക്കാരും പാർട്ടി പ്രവർത്തകരും നേതാക്കളും അഭിപ്രായം പറയാൻ ഭയപ്പെടുന്നു. ഇത് ഉന്നയിച്ചിരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. എന്താണ് തലസ്ഥാനത്ത് ലഭിക്കുന്ന ഒരു ഫീൽ, ഒരു പ്രതികരണം? ശാലിനി. പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പാർട്ടി കേന്ദ്രങ്ങൾ വലിയ രീതിയിൽ അങ്കലാപ്പിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്നലെ ഡൽഹിയിലടക്കം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് നാളെ വിശദമായി പ്രതികരിക്കാം എന്നുള്ളതാണ്. അതായത് ഇന്ന് പ്രതികരിക്കാം എന്നുള്ളതാണ്. മുതിർന്ന CPM നേതാക്കളൊക്കെ തന്നെ ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ് PV യോഗം നടക്കുന്നതിനാൽ. വളരെ കുറച്ച് നേതാക്കന്മാർ മാത്രമാണ് കേരളത്തിലുള്ളത്. തിരുവനന്തപുരത്തെ AK ബാലൻ 9:30 മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി കാതോർക്കുകയാണ് രാഷ്ട്രീയ കേരളം. എന്തായിരിക്കും CPM-ന് പറയാനുള്ളത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു സന്തത സഹചാരി കൂടിയായിട്ടുള്ള ഒരു വ്യക്തി ഒരുപക്ഷെ കഴിഞ്ഞ 8 വർഷമായി പ്രതിപക്ഷം പോലും ഉയർത്താത്ത രീതിയിൽ കടുത്ത ഭാഷയിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് നിന്ന് വിമർശിക്കുന്നു. കടുത്ത ഭാഷയിൽ വിമർശിക്കുക മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായിട്ടുള്ള മന്ത്രി റിയാസ് അടക്കമുള്ളവരെ പാർട്ടിയിലെ ഒന്നാമതാക്കാൻ വളർത്തിക്കൊണ്ടുവരുന്നതിനെ അതിരൂക്ഷമായ രീതിയിൽ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥത അത് മുഖ്യമന്ത്രി തന്നെയാണ് എന്നുള്ള രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ആഭ്യന്തരമന്ത്രിയുടെ സ്ഥാനം മുഖ്യമന്ത്രി ഒഴിയണം. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവസാന മുഖ്യമന്ത്രി ആയിരിക്കും പിണറായി വിജയൻ എന്നുള്ള പറച്ചിൽ അല്ലെങ്കിൽ ആ ഒരു തുറന്നു പറച്ചിൽ വളരെ അങ്കലാപ്പോടു കൂടി തന്നെയാണ് CPM കേന്ദ്രങ്ങൾ നോക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു PV അൻവറുമായി ഇനി ഒരു യോജിപ്പിനോ അല്ലെങ്കിൽ ഇനിയൊന്ന് ചേർന്ന് പ്രവർത്തിക്കാനോ തങ്ങൾ തയ്യാറല്ല എന്നുള്ള സൂചനകൾ കൂടിയാണ് CPM കേന്ദ്രങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് വെള്ളിയാഴ്ചയാണ്, പതിവ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരേണ്ട ദിവസമാണ്. പക്ഷേ PB യോഗം നടക്കുന്നതിനാൽ തന്നെ ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നില്ല. പകരം അടുത്ത ദിവസം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ആ യോഗത്തിലായിരിക്കും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുക. ഒപ്പം തന്നെ ഇന്ന് ഡൽഹിയിൽ ചേരുന്ന PB യോഗത്തിലും ഈ വിഷയം ചർച്ചയാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയെ ഇത്തരത്തിൽ കടന്നാക്രമിക്കുമ്പോൾ ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി തിരികെ പ്രതിരോധിക്കാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രതികരണം തന്നെയായിരിക്കും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് വരിക. അതേസമയം തന്നെ ഇന്നും PV അൻവർ ആവർത്തിച്ചിട്ടുണ്ട്, തനിക്കൊപ്പം CPM-ന്റെ മുതിർന്ന നേതാക്കന്മാരുണ്ട്, താൻ ആരെയും ഭയപ്പെടുന്നില്ല, നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്യാൻ തന്നെയാണ് താൻ ഒരുങ്ങിയിട്ടുള്ളത്, അതിന്റെ കൃത്യമായ തെളിവുകൾ തനിക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന വിവരങ്ങൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്നലെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സ്വർണം ഉരുക്കി നൽകുന്ന ആലയിലടക്കം ഇന്ന് പോകുമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ചലോ കൊണ്ടോട്ടി എന്ന പേരിൽ
വേദികളിൽ അദ്ദേഹം അത്തരത്തിൽ ചില പ്രസ്താവനകൾ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ADGP MR അജിത് കുമാർ അടക്കമുള്ളവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ വാർത്താ സമ്മേളനം നടത്തുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഇത്രയും വലിയ സംഭവങ്ങൾ അവിടെ നടന്നിട്ട് ഇതൊന്നും അറിയുന്നില്ലേ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യം. 180ഓളം സ്വർണ്ണക്കടത്തുകൾ കഴിഞ്ഞ കുറെ നാളുകളായി ഉണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ കൃത്യമായ അന്വേഷണം നടന്നിട്ടുണ്ടോ? അതിൽ ഇനി ഒരു പുനരന്വേഷണം നടത്തണം. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വലിയ രീതിയിൽ ഉപജാപയുടെ കേന്ദ്രമായി മാറുന്നുണ്ട്. അത് കണ്ടെത്തണം. ശശി അടക്കമുള്ളവരെ സംശയനിഴലിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് PV അൻവർ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും അതിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇന്നലെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ എന്തെങ്കിലും വിമർശനങ്ങൾ പ്രതിരോധങ്ങൾ ഒക്കെ തന്നെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു വാർത്താക്കുറിപ്പിലൂടെ എങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരാറുണ്ട്. അതല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എങ്കിലും പ്രതികരിക്കാറുണ്ട്. പക്ഷേ ഇത്രയധികം അതിരൂക്ഷമായ വിമർശനം ഒരു ഭരണപക്ഷ MLA ആയിരുന്ന നിലമ്പൂർ MLA PV അൻവർ ഉയർത്തിയിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഒരു വാർത്താക്കുറിപ്പോ പോലും നൽകാൻ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ തയ്യാറായിട്ടില്ല. CPM-ന്റെ മുതിർന്ന നേതാക്കന്മാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്നാലും എല്ലാവരും ഡൽഹിയിലാണോ ഉള്ളത്? ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പ്രതികരണങ്ങൾ ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ അത് എത്രത്തോളം ആയിരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതേസമയം തന്നെ പാർട്ടിയുടെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടി ഇനി ഔദ്യോഗികമായി വാർത്താ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പ്രതികരിക്കരുത്, പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാകരുത് എന്ന് ഒരു വര വരച്ചിട്ട PV അൻവറാണ് ഇന്നലെ തുറന്നടിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തിയിട്ടുള്ളത്. അത് തുടരുമെന്നുള്ളത് അദ്ദേഹം ആവർത്തിക്കുമ്പോൾ അത് CPM ശക്തി കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആട്ടങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതിൽ സംശയമില്ല. പ്രദീപ് പിള്ള. ശരി, ശാലിനി, ശിവദാസ്, ഇത് നിങ്ങൾ തുടരണം. കാര്യം ഈ ചർച്ച തുടരണം. ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് അല്പസമയത്തിനകം നമുക്ക് കാണിക്കാം, M സ്വരാജിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ വച്ച ഫ്ലെക്സിൻ്റെ വീഡിയോ സഹിതം ഷെയർ ചെയ്തിരിക്കുന്നു. ഇതാണ് CPM-ലെ ചുണക്കുട്ടികൾ എന്ന മട്ടിൽ പോകുന്നു. അദ്ദേഹത്തിൻ്റെ കമൻറ്റ് മൊത്തം കാണാൻ പറ്റിയില്ല, അതിനു മുമ്പ് പുത്തൻപുലരി തുടങ്ങി. അപ്പോൾ അതാണ് സന്ദേശം. ഇത് പറയാൻ ആഗ്രഹിച്ചത് പെട്ടെന്ന് M സ്വരാജ് പിണറായി വിജയന് വേണ്ടി രംഗത്തിറങ്ങിയതാണോ അതടക്കം ചർച്ച ചെയ്യണം. അതോ PV അൻവറിനെ പോലെയുള്ളവരെ വെച്ചു വാഴിച്ചിരുന്ന സംവിധാനത്തോടുള്ള എതിർപ്പാണോ M സ്വരാജ് പ്രകടിപ്പിക്കുന്നത്? അനഭിമതനായി, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് എതിരിട്ടു, പാർട്ടിയോട് തെറ്റുന്നു എന്ന് കണ്ടപ്പോൾ അതിനെതിരെ എന്ന പണം രംഗത്ത് പത്തെങ്കിൽ പെട്ടെന്നാണോ M സ്വരാജിനെ പോലെയുള്ള ഹാർഡ് കോർ പ്രത്യയശാസ്ത്രത്തിൽ ഊന്നി ഉറച്ച് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് പെട്ടെന്നുണ്ടായൊരു വിരോധാവില്ലല്ലോ അല്ലേ? എന്തായാലും ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെ പോലെയല്ല, ഇതിന് ജനങ്ങൾക്ക് മുമ്പിലും പാർട്ടിയിലെ മറ്റ് അണികൾക്ക് മുമ്പിലും നേതൃത്വത്തിന് മറുപടി പറഞ്ഞേ മതിയാകൂ എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിരിക്കുകയും വേണമല്ലോ, അൻവർ പറയട്ടെ ഞാനും പറയാമെന്ന്. അതുകൊണ്ട് ആ മറുപടി കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അൻവർ പറഞ്ഞു. അതെ, ഇനി മുഖ്യമന്ത്രി എന്ത് പറയും എന്നറിയാൻ, മാത്രമല്ല നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയും എന്ത് പറയും ഈ വിഷയത്തിൽ എന്നറിയാൻ കൂടി ഒരു ആഗ്രഹം ഒരുപക്ഷെ ജനങ്ങൾക്കുണ്ടാവും. പറഞ്ഞു വന്നപ്പോൾ അത് വിട്ടു. അതായിരുന്നു ഒരു പ്രധാന പരാമർശം എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം. റിയാസ് മാത്രം മതിയോ എന്നുള്ള ചോദ്യം ഒരുപക്ഷെ അൻവർ ഉന്നയിച്ചിരിക്കുന്നത് മറ്റ് അണികളുടെ ചോദ്യം കൂടിയാണോ എന്നത് കൂടി അറിയേണ്ടതുണ്ട്. ഇതിനു കൂടി മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. മുഹമ്മദ് റിയാസിന്റെ മറുപടിയും ഉണ്ടാകും, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ആ ചോദ്യവുമായി അദ്ദേഹത്തിന് മുമ്പിൽ എത്തുമെന്നത് തീർച്ചയാണ്. ഇനി അതിനൊക്കെ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് അറിയേണ്ടത്. റിയാസ് മാത്രം മതിയോ എന്നുള്ള ചോദ്യം ഒറിജിനലി ഉയരുന്നത് എവിടെ നിന്നാണ്? എന്തായാലും PV അൻവറിന് പിന്നിൽ ഈ പറയുന്ന ഏതെങ്കിലും മാഫിയ സംഘം, കള്ളക്കടത്ത് സംഘം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റിയാസ് വന്നാൽ എന്താണ്, പോയാൽ എന്താണ്? റിയാസ് മാത്രം മതിയോ എന്ന് ചോദിക്കുന്നപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആവണ്ടേ? അതല്ലെങ്കിൽ വളരെ ബുദ്ധിപരമായി ഇതൊന്ന് തിരിച്ചുവിടാൻ വേണ്ടി അൻവർ പ്രയോഗിച്ച ഒരു ഡയലോഗുമാകാം. പുത്തമ്പുലരി അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുന്നതിന് ഒറ്റ വാർത്തയ്ക്ക് സമയമുള്ളൂ, സ്ഥലമുള്ളൂ. തീർച്ചയായും മിസസ് വേൾഡ് മത്സരത്തിൽ സെക്കൻഡ് റണ്ണറപ്പ് ആയിരിക്കുകയാണ് കോഴിക്കോട് സ്വദേശിനി. ദുബായിൽ നടന്ന അന്താരാഷ്ട്ര മത്സരത്തിലാണ് രാജ്യത്തെ പ്രതിനിധീകരിച്ച വിനീത വിശ്വനാഥ് അഭിമാന നേട്ടം സ്വന്തമാക്കിയത്. കോഴിക്കോട് കോവൂർ സ്വദേശിനിയായ വിനീത വിശ്വനാഥ് 42-ാം വയസ്സിലാണ് അഭിമാന നേട്ടം സ്വന്തമാക്കിയത്. വിവാഹിതരായ സ്ത്രീകൾക്കായി നടന്ന മത്സരത്തിലാണ് വിനീത സെക്കൻഡ് റണ്ണറപ്പ് ആയത്. ചെറുപ്പത്തിൽ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊക്കെ ഈ ഒരു ഫീൽഡിലേക്ക് വരണമെന്ന്. പക്ഷേ
നമ്മുടെ സാഹചര്യവും ജീവിത സാഹചര്യവും പിന്നെ നമുക്കറിയില്ല ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയില്ല. പക്ഷേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്, നല്ലോണം മേക്കപ്പ് ഒക്കെ ചെയ്യണം, നല്ല ഭംഗിയായിട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ബട്ട് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും അത് ഈ ഒരു ജന്മത്തിലല്ലാതെ നമുക്ക് മറ്റെവിടെയും നിറവേറ്റി കിട്ടില്ല. അപ്പം ഈ ഒരു ജന്മത്തിൽ തന്നെ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ സാധിച്ചെടുക്കണം എന്നുള്ള ഒരു ബിലീവ് ഇൻ അവർ സെൽഫ്. ഡൽഹിയിൽ നടന്ന മത്സരത്തിൽ മിസ്സിസ് ഇന്ത്യ സെക്കൻഡ് റണ്ണറപ്പ് വിജയിയായാണ് രാജ്യാന്തര മത്സരത്തിൽ പങ്കെടുക്കാൻ അർഹത നേടിയത്. മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് വിനീത മാത്രമായിരുന്നു പങ്കെടുത്തത്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. ഇൻട്രൊഡക്ഷൻ, സ്റ്റേറ്റ് കോസ്റ്റ്യൂം, ടാലന്റ്, ക്വസ്റ്റ്യൻ ആൻസർ, റാം വോക്കിംഗ് എന്നിവയായിരുന്നു മത്സരത്തിലെ വിവിധ ഘട്ടങ്ങൾ. ആസ് എ പ്രൗഡ് ഇന്ത്യൻ വുമൺ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രസ്റ്റീജിയസ് മൊമെൻ്റ് ആയിരുന്നു. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. കാരണം നമ്മൾ ഒരുപാട് ഡെഡിക്കേഷനോട് കൂടിയും ഒരുപാട് ഡിറ്റർമിനേഷനോട് കൂടിയും നമ്മൾ ഒരുപാട് കോൺഫിഡൻസോട് കൂടിയും നമ്മളൊരു കാര്യത്തെ മുൻകൈ എടുത്ത് ചെയ്ത് അതിൽ വിജയിച്ച് വരുമ്പോൾ എന്ന് പറയുമ്പം അതൊരു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ബ്യൂട്ടിഫുൾ മൊമെൻ്റാണ്. പോരാത്തതിന് ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നും ഒരുപാട് വുമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ കാണാനും അവരുമായിട്ടൊക്കെ കുറച്ച് നാൾ ഇടപഴകാനും ഒക്കെയുള്ള ഒരു അവസരം ലഭിച്ചു. മാത്രമല്ല നമ്മൾ ഒരുപാട് ഈസിയൊന്നും ആയിരുന്നില്ല അവിടെ വരെ എത്തിച്ചേരാൻ. ദുബായിൽ നടന്ന അന്താരാഷ്ട്ര മത്സരത്തിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് വിനീത. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പൂർണ്ണ പിന്തുണയുമുണ്ട് വിജയത്തിനു പിന്നിൽ. ഫാഷൻ ലോകത്തും മത്സരരംഗത്തും ചുവടുറപ്പിക്കാൻ തന്നെയാണ് വിനീതയുടെ തീരുമാനം. ജനം, കോഴിക്കോട്. അങ്ങനെ തുടർ വാർത്തകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വച്ചിരുന്ന എല്ലാ വാർത്തകളുടെയും അപ്ഡേഷൻസ് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ലൈവ് റിപ്പോർട്ട് ഉണ്ടാകും. കാര്യം ലൈവ് റിപ്പോർട്ടിൽ ലൈവായി തന്നെ ജനം ടിവിയുടെ ലേഖകർ, പ്രതിനിധികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ചേരും. വാർത്തകൾ ഒട്ടനവധിയാണ്. പി വി അൻവർ തുറന്നുവിട്ട ഭൂതമെന്നോ അല്ലെങ്കിൽ ഭസ്മാസന്നായി അൻവർ അവതരിച്ചു എന്നോ ഒക്കെ ഉള്ള വിശേഷണങ്ങൾ വരുന്നു. പാർട്ടിയുടെ പ്രതികരണം വന്നു തുടങ്ങിയിരിക്കുന്നു. ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. വീട്ടുപടിക്കൽ എം സ്വരാജിനെ പോലുള്ളവർ സൂചനകളുമായി രംഗത്ത് വരുന്നു. ഞങ്ങളോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളത്. എന്തായാലും വളരെ സജീവമായ ഒരു വാർത്താ ദിനം തന്നെയാണ്. വാർത്താ ദിനത്തിലേക്ക് കൂടി എത്തുകയാണ് നമ്മൾ. എന്തായാലും ആ വിശേഷങ്ങളൊക്കെ കാണാം. പുത്തൻ പുലരിയുടെ സമയം ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ശുഭദിനം. നമസ്തേ. തൊട്ടു പിന്നാലെ ലൈവ് റിപ്പോർട്ടുമായി ദേവിക.